അക്കൗണ്ടിംഗ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൾഫ് അക്കൗണ്ടിംഗ് കോഴ്സ് തന്നെയാണ്. ഇന്നത്തെ ഈ മത്സര ലോകത്ത് ഡിഗ്രി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. പല കമ്പനികളും തേടുന്നത് നല്ല പ്രാക്ടിക്കൽ സ്കില്ലുള്ള അക്കൗണ്ടന്റുകളെയാണ്. അതിനുവേണ്ടി ഫിൻതാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഓൺലൈൻ ഗൾഫ് അക്കൗണ്ടിംഗ് കോഴ്സ്. ഇതിലൂടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ്, ടാലി പ്രൈം, സോഹോ ബുക്ക്, അഡ്വാൻസ് എക്സൽ, GST, UAE കോർപ്പറേറ്റ് ടാക്സ്, GCC വാറ്റ് എല്ലാം പഠിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ടൈമിൽ ഓൺലൈനായിട്ട് പ്രാക്ടിക്കലോട് കൂടിയിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലോ ഗൾഫ് രാജ്യങ്ങളിലോ അക്കൗണ്ടിംഗ് മേഖലയിൽ മികച്ച കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സോ ലേൺ ടുഡേ ആൻഡ് ഗെറ്റ് ജോബ് ഫോർ ടുമോറോ. അപ്പൊ നമ്മള് എന്റർപ്രൈസസിലെ എല്ലാ ലെഡ്ജറും എല്ലാം ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ആൾട്ടർ ചെയ്തിട്ട് ക്യാഷിന്റെ എമൗണ്ട് കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുത്തു. അതുപോലെ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുത്തു. ഇനി നമുക്ക് എന്താന്ന് ചോദിച്ചാൽ റിസൾട്ട് അറിയണം അല്ലെ, ഇത് കറക്റ്റ് തന്നെയാണോ നമ്മൾ ചെയ്തത് എന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ പോകാം, എൻ്റർ ചെയ്യുക, എന്നിട്ട് ട്രയൽ ബാലൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് വരും. അതിൽ ഗ്രൂപ്പുകളായിട്ടായിരിക്കും എന്തുണ്ടാവുക, അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട്, ലോൺസ്, അങ്ങനെ ആയിരിക്കും ഓപ്പൺ ചെയ്യുമ്പോൾ വരിക. അപ്പൊ ഇവിടെ എമൗണ്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് 2,104,400, 2,01,400 ആൻസർ. അത് നമ്മളെ ക്വസ്റ്റ്യനും അത് തന്നെ ആയിരുന്നു ആൻസർ. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ ട്രയൽ ബാലൻസിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അതേപോലെ ബാലൻസ് ഷീറ്റും കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഇത് അതുപോലെ ട്രയൽ ബാലൻസ് ഇപ്പൊ നമുക്ക് കാണുമ്പോൾ എന്തൊക്കെയാണ് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, F5 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തത് ഇപ്പൊ അഡ്വർടൈസ്മെന്റ്, ബാഡ് ഡെപ്റ്റ്, അങ്ങനെ ഓരോന്നും ആൽഫബറ്റിക് ഓർഡറിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്ത ഓർഡറിലല്ല, ആൽഫബറ്റിക് ഓർഡറിൽ വന്നിട്ടുണ്ടാവും. അത് ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രം മുകളിൽ വരും, അല്ലാത്തതൊക്കെ ആൽഫബറ്റിക് ഓർഡറിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ഡെബിറ്റ് സൈഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡും കറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് കിട്ടും. കാരണം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആവണമെന്നില്ലല്ലോ. അപ്പൊ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തെറ്റുകൾ എന്താണോ വന്നത് അത് ക്വസ്റ്റ്യൻ്റെ ഡെബിറ്റ് സൈഡ് അതേപോലെ ക്രെഡിറ്റ് സൈഡ് നോക്കിയിട്ട് റെഡി ആക്കാം കേട്ടോ. എന്നിട്ട് ഈ എമൗണ്ട് ഡിഫറൻസ് നമുക്ക് കാണിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫറൻസ് കാണിക്കും. ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തെറ്റിയിട്ടുള്ളതാണ്. അപ്പൊ അത് നോക്കിയിട്ട് അത് റെഡിയാക്കാം. എമൗണ്ട് കറക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഡിഫറൻസ് കാണിക്കുന്നുള്ളൂ. അപ്പൊ ഡിഫറൻസ് ഒന്നും കാണിക്കാതെ ആൻസർ വരുത്താൻ നോക്കുക, അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് എക്സ്കേപ്പ് അടിച്ചിട്ട് ഗേറ്റ് വേ ഓഫ് ടാലി പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ബാലൻസ് ഷീറ്റിലെ എമൗണ്ട് നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. പീരീഡ് ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. Alt F2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പീരീഡ് കറക്റ്റ് ആക്കാൻ പറ്റും. 1/4/2013 ടു 31/3/2014. അപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് ടോട്ടൽ വന്നിട്ടുള്ളത് 80,730 നിങ്ങൾക്ക് കാണുന്നുണ്ടോ, 80,730. അപ്പൊ നേരത്തെ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നതിന് മുമ്പ് എമൗണ്ട് വേറെ ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പീരീഡ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. Alt F2 കൊടുത്തിട്ട് പീരീഡ് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതും അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്തിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, Alt F5 കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ അതിന് മൈനസ് ചെയ്തിട്ടുണ്ട് ഇത് ഡ്രോയിങ്സ്. കാരണം നമ്മുടെ ക്യാപിറ്റൽ നിന്നാണല്ലോ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്ത്. അപ്പൊ ആ എമൗണ്ട് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലോൺസ് ആൻഡ് ലയബിലിറ്റി, അതേപോലെ കറന്റ് ലയബിലിറ്റി, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഫിക്സഡ് അസറ്റ് ഒക്കെ കറക്റ്റ് നമ്മൾ കൊടുത്ത ബിസിനസ് പ്രൈമസസും അതേപോലെ ഫർണിച്ചറും പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ ഫിക്സഡ് അസറ്റ്, പിന്നെ കറന്റ് അസറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെ കറന്റ് അസറ്റ്, ഇതൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ എമൗണ്ടും 80,730 കിട്ടുന്നുണ്ടോ നോക്കുക. അത് പീരീഡ് കറക്റ്റ് ആക്കി കൊടുത്താല് കറക്റ്റ് വരുള്ളൂ. ചിലപ്പോൾ വേറെ എമൗണ്ട് ആയിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴും എനിക്ക് കാണാൻ പറ്റിയത് വേറൊരു എമൗണ്ട് ആയിരുന്നു. ഇനി നമുക്ക് അതുപോലെ നമുക്ക് ജസ്റ്റ് ഇതാക്കാം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കാം, എൻ്റർ അടിക്കാം. ഇതിൽ അതേപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് വന്നപ്പോ 46,200 എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. 46,200. അപ്പൊ നമുക്ക് പീരീഡ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുക. Alt F2 കൊടുത്തിട്ട് 1/4/2013, 31/3/2014.
അപ്പൊ നമുക്ക് കിട്ടിയ എമൗണ്ട് ആണ് 28,200. അപ്പൊ അതാണ് കറക്റ്റ് എമൗണ്ട്. നമ്മൾ പിരീഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താവും, ചിലപ്പോൾ കറക്റ്റ് എമൗണ്ട് ആവണമെന്നില്ല. അപ്പൊ ആൾട്ട് F2 കൊടുത്തിട്ട് നിങ്ങൾ കറക്റ്റ് പിരീഡ് തന്നെ കൊടുക്കുക കേട്ടോ. ഇതും അതുപോലെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾട്ട് F5 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും എക്സ്പാൻഡ് ചെയ്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലുണ്ടോ അഡ്വർടൈസ്മെന്റ്, ബാഡ് ഡെപ്റ്റ്, കൺവെൻസ് ചാർജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വരും. അപ്പൊ ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവാം. ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും കറക്റ്റ് ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവാട്ടോ. പിന്നെ നമുക്കിത് ആൾട്ടർ ചെയ്യാൻ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് നമ്മൾ സിംഗിൾ ആയിട്ടാണെങ്കിൽ ആൾട്ടർ ചെയ്യല്, ആൾട്ടറിൽ പോവാ, എന്നിട്ട് ലെഡ്ജർ എടുക്കാം. ലെഡ്ജർ എടുക്കുമ്പോൾ നമ്മൾ ചെയ്ത എല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഏതാണോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ളത് അതെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നെയിം ആണോ, നെയിം ചേഞ്ച് ചെയ്യാം. അതുപോലെ അണ്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് എമൗണ്ടിൽ കൊടുത്തിട്ട് മിസ്റ്റേക്ക് വന്നിട്ട് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് സിംഗിൾ ആയിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ്. ആൾട്ടറിൽ പോയിട്ട് ലെഡ്ജർ എടുത്താൽ നമുക്ക് ചെയ്യാം. മൾട്ടി ക്രിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മൾട്ടി ആൾട്ടർ എങ്ങനെ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുത്തിട്ട് അതിൽ നമ്മൾ ലെഡ്ജേഴ്സ് എടുക്കുക. ലെഡ്ജേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരിക, ലെഡ്ജർ ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് ആണ് വരിക. ആൾട്ട് H പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മൾട്ടി ക്രിയേറ്റ് എന്നുണ്ടാവും. അതുപോലെ മൾട്ടി ആൾട്ടർ, ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് മൾട്ടി ആൾട്ടർ ആണ് ആവശ്യമുള്ളത്. മൾട്ടി ആൾട്ടർ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ ഗ്രൂപ്പുകൾ കാണാം, ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ഓഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പാണ്. അതിന്റെ മുകളിൽ ഉണ്ടാവും ഓൾ ഐറ്റംസ്. അപ്പൊ ഓൾ ഐറ്റംസിലാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ഐറ്റംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ചെയ്ത എല്ലാ ലെഡ്ജറുകളും ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതിലൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് നിങ്ങൾ കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, ഡിഫോൾട്ട് ആയിട്ട് 2 ലെഡ്ജർ വരുന്നുണ്ട്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസും, അത് ആൾട്ടറിൽ ഉണ്ടാവും. അതുപോലെ ക്യാഷ് നമ്മൾ ആൾട്ടർ ചെയ്തിട്ട് എമൗണ്ട് കൊടുത്തിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് വന്നെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ആൻസർ കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും മൾട്ടി ആയിട്ട് നിങ്ങൾക്ക് ആൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടി ആൾട്ടറിൽ പോയിട്ട് ചെയ്യാം. സിംഗിൾ ആയിട്ട് മതി ഒന്നുള്ള മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ആയിട്ട് ആൾട്ടറിൽ പോയിട്ട് ചെയ്താലും മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കി വെക്കുന്നത്. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വൗച്ചറുകൾ എൻട്രി ചെയ്യാം. വൗച്ചർ എൻട്രി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് നമ്മൾ ഡേ ടു ഡേ എൻട്രി പാസ് ചെയ്യും. നോർമലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഡേ ടു ഡേ എൻട്രീസ് ആണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യാം, ഡേറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്ത് പഠിക്കും. അപ്പൊ അതിന് മുമ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ലെഡ്ജർ ക്രിയേഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എം എന്റർപ്രൈസസ് നമ്മൾ ചെയ്തു. ടെക്നോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ലെഡ്ജർ ക്രിയേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ലെഡ്ജർ ക്രിയേഷൻ കറക്റ്റ് നിങ്ങൾക്ക് നേരത്തെ തന്ന അതേ മോഡൽ തന്നെ ഫിനാൻഷ്യൽ 2013-14 തന്നെയാണ്. ഇതിൽ ലെഡ്ജേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ സാലറി വരുന്നുണ്ട്, അതുപോലെ ജനറൽ എക്സ്പെൻസ്, ടാക്സ് ആൻഡ് ഇൻഷുറൻസ് ഒക്കെ വരുമ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് കൊടുക്കാം. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ ഡ്രോയിങ്, അതേപോലെ സൺഡേ ഡെപ്റ്റർ, സൺഡേ ക്രെഡിറ്റർ, ബാഡ് ഡെപ്റ്റ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇതൊക്കെ മുമ്പ് നിങ്ങൾ ചെയ്ത് തന്നെയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജ്, സെയിൽസ്, ബാങ്ക് ഓഫ് ഡി, കമ്മീഷൻ റിസീവ്ഡ്, അഡ്വർടൈസ്മെന്റ്, ഇൻവെസ്റ്റ്, ഫർണിച്ചർ, ബിൽഡിംഗ്, മോട്ടോർ വെഹിക്കിൾ, ലോണ്, പോസ്റ്റേജ്, സ്റ്റേഷനറി. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ എമൗണ്ട് നിങ്ങൾക്ക് 37,400 കിട്ടണം. 3,74,000 നിങ്ങൾക്ക് ആൻസർ കിട്ടണം. ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാഷ് ഇതിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ ക്യാഷ് ഒക്കെ ആൾട്ടർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഇത് മറ്റേ ചെയ്ത പോലെ തന്നെ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. എന്നിട്ട് ആൻസർ ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മുബാറക് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതും ഇതുപോലെ തന്നെയാണ്, 2012-13 പീരീഡിലാണ്. അപ്പൊ നിങ്ങൾ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോന്നും ചെയ്യാം. അപ്പൊ അതാണ് നിങ്ങൾക്ക് അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനി ക്രിയേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ അതേപോലെ ക്യാപിറ്റല് കുറെ കാര്യങ്ങളുണ്ട്. കറക്റ്റ് നിങ്ങൾക്ക് വായിച്ചിട്ട് ഇതിന്റെ അണ്ടറൊക്കെ കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇതിനും അതേപോലെ എമൗണ്ട് കിട്ടേണ്ടത് ഇതാണ്, 89,825. അപ്പൊ അത് കിട്ടുന്നില്ലേന്ന് കറക്റ്റ് നോക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുക്കുക. അതേപോലെ ക്യാഷ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആൾട്ടർ പോയിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് ലയാന സ്റ്റോർ ആണ്. ലയാന സ്റ്റോർ നിങ്ങൾക്ക് ഇതുവരെ ഡെബിറ്റും ക്രെഡിറ്റും തന്ന പോലെയല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇതൊരു
ബാലൻസ് ഷീറ്റ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ബാലൻസ് ഷീറ്റ് കാണിച്ചതില്ലേ, ലയബിലിറ്റി സൈഡ് അതേപോലെ അസറ്റ് സൈഡ്. അപ്പൊ ആ ഒരു രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാല് ബാലൻസ് ഷീറ്റിൽ ഈ ഒരു എമൗണ്ട് കിട്ടണം. മറ്റേത് നമ്മൾ ട്രയൽ ബാലൻസിലായിരുന്നു ആ ഒരു എമൗണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതില് നമ്മൾ ബാലൻസ് ഷീറ്റ് പോകുമ്പോഴാണ് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് കേട്ടോ. അതും കൂടെ ശ്രദ്ധിക്കുക. ബാലൻസ് ഷീറ്റ് തരുമ്പോൾ ബാലൻസ് ഷീറ്റിലാണ് നമുക്ക് അത് 1/4/2010 മുതൽ 11 പലതും പല പീരീഡാണ്. ഓരോന്നും കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഫോൾഡറിൽ തന്നെ നിങ്ങൾ സേവ് ചെയ്യുക. അപ്പൊ ഈ എമൗണ്ട് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിൽ കിട്ടുന്നില്ലേ എന്ന് നോക്കാം. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് വർക്കുകൾ ഉള്ളത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന വൗച്ചേഴ്സ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ST ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് ST ട്രേഡേഴ്സ്. അപ്പൊ ഇത് നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടാലി എടുക്കാം. ആൾട്ട് ടാബ് അടിച്ചാൽ മതി. അപ്പൊ നമ്മളെ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ വരിക. അപ്പൊ നമുക്ക് ടാലി ഓപ്പൺ ചെയ്യാം. അവിടെ എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ ആവശ്യമുള്ള കമ്പനി ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ ആൾട്ടിക്ക് അല്ലെങ്കിൽ അവിടെ കമ്പനി എന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ കമ്പനി എന്നുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് കമ്പനി കൊടുക്കാൻ പറ്റും. നമുക്ക് ഇത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പൊ ക്രിയേറ്റ് കമ്പനിയിൽ പോയിട്ട് നമ്മുടെ പാത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ കമ്പനിയുടെ പേര് കൊടുക്കാം, SG ട്രേഡേഴ്സ്. ഇനി നമ്മൾ അഡ്രസ് ഒക്കെ പഴയ പോലെ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ അവിടുത്തെ നാട്ടിലെ അഡ്രസ് ഒക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഓരോന്നും വിവരിച്ച് പറയുന്നില്ല, ഓരോന്നും കൊടുക്കാം. പിൻകോഡ് കൊടുക്കാം. അതേപോലെ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു ക്വസ്റ്റ്യന് ഫിനാൻഷ്യൽ ഇയർ വന്നിട്ടുള്ളത് 1/4/2015 അപ്പൊ ബിഗിനിങ് ഫ്രം 1/4/2015 തന്നെ കൊടുക്കാം. ബുക്സ് ബിഗിനിങ് ഫ്രം നമുക്ക് ഇതേപോലെ ഡേറ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബുക്സ് ബിഗിനിങ് ഫ്രം എന്നുള്ളത് ഈ ഡേറ്റിൽ തന്നെ സേവ് ചെയ്ത് പോവാം. അപ്പൊ അത് സേവ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ നമ്മുടെ ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാൻ വരും. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് ST ട്രേഡേഴ്സ് അക്കൗണ്ട്സ് ഓൺലി മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് മാത്രമാണ്. അപ്പൊ അത് എനേബിൾ ചെയ്യാം. ബിൽ വൈസ് എൻട്രി നമ്മളിപ്പോ ചെയ്യുന്നില്ല, അത് നമുക്ക് നോ കൊടുക്കാം. അതുപോലെ ഇൻവെന്ററി മെയിൻറ്റെയിൻ ഇൻവെന്ററി നമ്മളിപ്പോ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് അതും നോ കൊടുക്കാം. അടുത്ത നമ്മൾ GSTയും ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുന്നില്ല. ചെയ്യുമ്പോൾ നമുക്ക് അത് S കൊടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പൊ അതും നോ കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്യാം. ഞാനിവിടെ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എനേബിൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊന്നും എനേബിൾ ചെയ്തിട്ടില്ല കേട്ടോ. ഇത്രയും ചെയ്തിട്ട് നിങ്ങളത് സേവ് ചെയ്യുക, കൺട്രോളേ കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൗച്ചേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കാം. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ നമുക്ക് ജസ്റ്റ് വൗച്ചേഴ്സ് എന്താന്ന് നോക്കാം. വൗച്ചേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്. വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കുക, നമ്മൾ ഡേ ടു ഡേ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പേയ്മെന്റ്, റെസിപ്റ്റ്, അതുപോലെ കോൺട്രാ വൗച്ചർ, അങ്ങനെ ഒരുപാട് വൗച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അത് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് F4 എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. F4 ആണ് ഷോർട്ട് കീ. കോൺട്രാ വൗച്ചർ എന്ന് പറയും. കോൺട്രാ വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വെച്ചാൽ നമ്മളിപ്പോ ക്യാഷ് ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്യുക. അപ്പൊ എൻട്രീസ് എങ്ങനെ വരിക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പൊ ഇങ്ങനെ ബാങ്കും ക്യാഷും ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺട്രാ വൗച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺട്രാ വൗച്ചറിന്റെ ഷോർട്ട് കീ ആണ് F4. അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് വരുന്നത് F5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് ആണ്. പേയ്മെന്റ് വൗച്ചർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സാലറി പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, അതിന് എന്ത് പേയ്മെന്റ് നമ്മൾ ക്യാഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് പേയ്മെന്റിലാണ് അതൊക്കെ എൻട്രി ചെയ്യുക. അടുത്തത് വരുന്നതാണ് F6 റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയോട് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ത്രൂ വരുന്ന എല്ലാ പിന്നെ റിസീവബിൾ ബില്ലുകളും നമ്മൾ എന്ത് ചെയ്യാണ്, റെസിപ്റ്റിലാണ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് F7 എന്ന് പറഞ്ഞാൽ ജേണലാണ്. ജേണലിൽ എന്തൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഫിക്സഡ് അസറ്റ് വാങ്ങി, അത് ക്രെഡിറ്റിനാണ്. അപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങിയാൽ പേയ്മെന്റിലായിരിക്കും ക്യാഷ് കൊടുക്കുക, ക്യാഷിനോ ബാങ്കിനോ ത്രൂ ആണെങ്കിൽ. അപ്പൊ നമ്മൾ ക്രെഡിറ്റിനാണ്. നമ്മളൊരു പിന്നെ കമ്പ്യൂട്ടർ വാങ്ങി 15,000 വാങ്ങി. അപ്പൊ നമുക്ക് എന്താണ് ആ എമൗണ്ട് നമുക്ക് ഇപ്പൊ കൊടുക്കുന്നില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എൻട്രി ചെയ്യണം, ഇന്നത്തെ ഡേറ്റിന് കമ്പ്യൂട്ടർ വാങ്ങി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻട്രി ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ എൻട്രീസ് ഒക്കെ നമ്മൾ എന്താണ് ജേണലിലാണ് കൊടുക്കുക. ഇനിയിപ്പോ നമ്മള് ക്രെഡിറ്റിന് വിറ്റത്, ഇപ്പൊ ഫിക്സഡ് അസറ്റ് ഞാൻ കമ്പ്യൂട്ടർ വാങ്ങി, അത് എനിക്ക് ആവശ്യമില്ല, കാരണം എനിക്ക് അത് വേണ്ട,
ഞാനൊരു സെക്കൻഡ് ഹാൻഡ് അല്ല, നമ്മൾ എന്നാലും അത് വിൽക്കുമല്ലോ വേറെ ആൾക്കാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റിനാണ്. ആളെ എനിക്ക് പെട്ടെന്ന് പൈസയല്ല കുറച്ച് കഴിഞ്ഞിട്ടേ തരുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റിലല്ലേ സെയിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഫിക്സ്ഡ് അസറ്റ് ആണ് നമ്മൾ പർച്ചേസ് ക്രെഡിറ്റിന് ചെയ്താലും അല്ലെങ്കിൽ സെയിൽസ് ക്രെഡിറ്റിന് ചെയ്താലും അത് കൊടുക്കുന്നതാണ് ജേണൽ. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്ത് പഠിക്കും കേട്ടോ. പിന്നെ അടുത്ത് വരുന്നതാണ് F80. F80 സെയിൽസിനാണ്. സെയിൽസിൽ എങ്ങനെയാ വരിക എന്ന് ചോദിച്ചാൽ ക്രെഡിറ്റിനാണെങ്കിലും ക്യാഷിനാണെങ്കിലും ബാങ്ക് ത്രൂ ആണെങ്കിലും എല്ലാം സോൾഡ് ഗുഡ്സ് നമ്മളെല്ലാം ചെയ്യുന്നത് സെയിൽസിലായിരിക്കും. അത് നമുക്ക് ജേണൽ എൻട്രി പോയിട്ട് എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. സെയിൽസ് നമ്മൾ കടത്തിന് വിറ്റാലും അല്ലെങ്കിൽ ക്യാഷ് തന്നാലും നമുക്കത് സെയിൽസ് വൗച്ചറിൽ ചെയ്യാൻ പറ്റും. അടുത്തതാണ് F9. F9 നമ്മൾ പർച്ചേസ് ആണ്. പർച്ചേസിൽ എന്തൊക്കെയാ വരാന്ന് ചോദിച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിന്റെ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റിന് ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ ഒരിടത്ത് 1,00,000 രൂപ വാങ്ങി സാധനം വാങ്ങി, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്താണ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് വരിക. പക്ഷെ ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിലും അത് ജേണൽ വൗച്ചറിലൊന്നും എൻട്രി ചെയ്യേണ്ട. അത് പർച്ചേസ് ആയതുകൊണ്ട് പർച്ചേസ് വൗച്ചറിൽ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിന്റെ F9 വരെയാണ് നമ്മൾ പറഞ്ഞത്. F10 എന്താ വെച്ചാല് നമ്മൾ ഇതിൽ പറയാത്ത കുറെ വൗച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ കോൺട്രാ വൗച്ചർ ഇതിൽ തന്നെ ക്രെഡിറ്റ് നോട്ട്, അതേപോലെ ഡെബിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാല് പിന്നെ സെയിൽസ് റിട്ടേൺ, ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാല് പർച്ചേസ് റിട്ടേൺ. പിന്നെ ഷോ ഇനാക്റ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ വൗച്ചേഴ്സുകൾ വരും. ഇപ്പൊ ഇൻവെന്ററി വൗച്ചേഴ്സ് ഒക്കെ ഇതിൽ ഡീആക്ടിവേറ്റ് ആയിട്ട് കിടക്കണം, ആക്റ്റീവ് അല്ല, ഇനാക്റ്റീവ് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്ന് ആക്റ്റീവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡെലിവറി നോട്ട്, മെറ്റീരിയൽ ഇൻ, മെറ്റീരിയൽ ഔട്ട്, അതേപോലെ ഫിസിക്കൽ സ്റ്റോക്ക്, റെസിപ്റ്റ് നോട്ട്, റിജക്ഷൻ ഇൻ, റിജക്ഷൻ ഔട്ട്, സ്റ്റോക്ക് ജേണല്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കോൺട്രാ, ക്രെഡിറ്റ് നോട്ട്, ഒരുപാട് വൗച്ചേഴ്സ് ഇതിലുണ്ട്. ഇതൊക്കെ ഇനാക്റ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പൊ അതേപോലെ ഓർഡർ വൗച്ചേഴ്സ് ഒക്കെ എന്താണ്, ജോബ് വർക്കിന് ഓർഡർ, ഒരുപാട് കാര്യങ്ങൾ വൗച്ചേഴ്സിൽ, പേറോൾ വൗച്ചേഴ്സിൽ അറ്റൻഡൻസ് ഉണ്ട്, പേറോൾ ഉണ്ട്. ഇതൊക്കെ ഇനാക്റ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ആക്റ്റീവ് ചെയ്ത് നമ്മൾ പഠിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ വൗച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ഡേ ടു ഡേ എൻട്രിയിൽ ഓരോ ഡേറ്റ് കൊടുത്തിട്ട് നമുക്ക് എൻട്രി ചെയ്യാം. നിങ്ങൾ എഡ്യൂക്കേഷൻ മോഡലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-ാം തീയതി 2-ാം തീയതി മാത്രമേ നിങ്ങൾക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അത് പ്രശ്നമാക്കേണ്ട, കാരണം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്താൽ പഠിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിവിടെ ലൈസൻസ്ഡ് വേർഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡേറ്റ് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അതിൽ 1-ാം തീയതി ഇത് ഡേറ്റ് ഫുൾ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ 1, 2, 3 കണ്ടിട്ട് ഏപ്രിൽ മാസത്തെ ഫുൾ ഡേറ്റ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കണം. 30-ാം തീയതി വരെ ഉള്ളതാണ് ഇതിലുള്ളത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ എൻട്രീസും എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ കമ്പനിയൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ. ST ട്രേഡേഴ്സ് ആ കമ്പനിയിൽ എങ്ങനെയാണ് ഡേ ടു ഡേ എൻട്രി ചെയ്യാന്ന്. വൗച്ചേഴ്സ് എടുക്കുക. വൗച്ചേഴ്സ് എടുക്കാൻ ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഷോർട്ട് എങ്ങനെ വരികയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഇതിൽ ബോൾഡ് ആയിട്ട് കിടക്കുന്നത് ഗേറ്റ് ഓഫ് ബോൾഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഇതിൽ ക്രിയേറ്റില് C ബോൾഡ് ആണ്. അപ്പൊ C നില ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റിൽ പോകും. അതുപോലെ ആൾട്ടർ നിലയിൽ A ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡ് ആയിട്ടുള്ള കിടക്കുന്ന ഏത് അക്ഷരമാണോ, ഇപ്പൊ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ H കൊടുത്തു കഴിഞ്ഞാൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. അതേപോലെ വൗച്ചേഴ്സിൽ B കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൗച്ചേഴ്സിലോട്ട് പോകും. ഡേ ബുക്കിൽ K കൊടുത്തു കഴിഞ്ഞാൽ ഡേ ബുക്കിലോട്ട് പോകും. അതേപോലെ ബാങ്കിങ്ങിൽ ഓരോ അക്ഷരം ബോൾഡ് ഏതാണ് ബാലൻസ് ഷീറ്റിൽ B അടിച്ചു കൊടുത്താൽ ബാലൻസ് ഷീറ്റിലോട്ട് പോകും. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ P അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിക്ക് എത്തും. റേഷ്യോ അനാലിസിസ് 6, അതേപോലെ ഡിസ്പ്ലേ റിപ്പോർട്ട്സിന് D കൊടുത്ത് അതിൽ ബോൾഡ് ആയിട്ട് കിടക്കുന്ന അക്ഷരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് പോകും കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് വരണ്ട, B അടിച്ചു കൊടുത്താൽ മതി. അതേപോലെ ഏതാണോ നമുക്ക് പോകേണ്ടത് അത് അതുപോലെ അടിച്ചിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ പഠിച്ചെടുക്കാം. അപ്പൊ ഞാനിപ്പോ എടുക്കാൻ പോകുന്നത് വൗച്ചേഴ്സ് ആണ്. അപ്പൊ ഞാൻ B മാത്രം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വൗച്ചറിലോട്ട് വന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. അപ്പൊ ST ട്രേഡേഴ്സിൽ ഫസ്റ്റ് പറയുന്നത് പിന്നെ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് RS 5 lakh. ഒരു ബിസിനസ് എന്താണ് സ്റ്റാർട്ട് ചെയ്യണത്, നമ്മൾ പിന്നെ ക്യാപിറ്റൽ വരുന്നത് 5 lakh ആണ്. 1-ാം തീയതിയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന. ബിസിനസ്സൊക്കെ നമ്മൾ 1-ാം തീയതി പൈസ കൊടുക്കും. അപ്പൊ നമ്മള് ബിസിനസ് ഫിനാൻഷ്യൽ ഇയർ എന്നാണ് കൊടുത്തിട്ടുണ്ടായത്, ബിഗിനിങ് ഫ്രം കൊടുത്തിട്ടുണ്ടായിരുന്നു 1-4 തന്നെയാണ്. ബുക്സ് ബിഗിനിങ് ഫ്രം 1-ാം തീയതി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 1-ാം തീയതി തന്നെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഡേറ്റ് ഇട്ടിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആൾട്ട് ടാബ് അടിച്ചിട്ട് ടാലിയിലോട്ട് വരാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലോട്ട് പൈസ എങ്ങോട്ട് വന്നതാണ്, റെസിപ്റ്റിലാണ് അത് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പൊ ക്യാപിറ്റൽ നമ്മുടെ ബിസിനസ്സിലോട്ട് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് റെസിപ്റ്റിലാണ്, കാരണം ക്യാഷ് റിസീവബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, റെസിപ്റ്റിലാണ് കൊടുക്കേണ്ടത്. അത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റെസിപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് F6 പ്രസ് ചെയ്താൽ മതി. അപ്പൊ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഷോർട്ട് കീസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് വെച്ചിട്ട് പഠിക്കാണ്ട് ആ സൈഡിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യൊന്നും ചെയ്യാണ്ട് ഷോർട്ട് കീസ് പഠിച്ചിട്ട് F4 അത് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പോകെ പോകെ മെല്ലെ എല്ലാ ഷോർട്ട് കീസും നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് വരുള്ളൂ. അല്ലാതെ നമ്മൾ ഓരോന്ന് അവിടെ പോയി മൗസ് യൂസ് ചെയ്യൽ കുറക്കണം. ടാലി ചെയ്യുമ്പോൾ മൗസ് എപ്പോഴും യൂസ് ചെയ്യുന്നത് കുറക്കുക. വെറും കീബോർഡ് കൊണ്ട് മാത്രം എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മള് ഇപ്പോ നമ്മളതിൽ പിന്നെ കാണുന്നുണ്ട് അക്കൗണ്ട്, അതേപോലെ പെർട്ടിക്കുലേഴ്സ്, ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇത് സിംഗിൾ എൻട്രി മോഡാണ്. 2 മോഡ് ഉണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യണ സമയത്തൊക്കെ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും കൊടുക്കാതെ ഇങ്ങനെ സിംഗിൾ എൻട്രി മോഡിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്നാണോ ക്യാഷ് ആണോ അത് കൊടുക്കുക. പിന്നെ നമ്മളെ പർപ്പസ് എന്താണോ അത് കൊടുത്താൽ മതി. പെർട്ടിക്കുലേഴ്സ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെബിറ്റും ക്രെഡിറ്റും വെച്ചിട്ട് തന്നെയാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, ആ ഒരു ട്രാൻസാക്ഷന്റെ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ജേണലിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ എൻട്രി മോഡിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള വേ അല്ലേ നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ പോവാം. പിന്നീട് നമുക്ക് സിമ്പിൾ മെത്തേഡൊക്കെ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൺട്രോൾ എച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ എൻട്രി അതേപോലെ സിംഗിൾ എൻട്രിയും കിട്ടും. കൺട്രോൾ എച്ച് ആണ് കേട്ടോ ഷോർട്ട് കീ വരിക, സിംഗിൾ എൻട്രി അതേപോലെ ഡബിൾ എൻട്രി. അപ്പൊ നമ്മൾ ഇവിടെ സിംഗിൾ എൻട്രി മോഡാണ് കണ്ടിട്ടുണ്ടായത്. ഡബിൾ എൻട്രി മോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ സിസ്റ്റത്തിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൺട്രോൾ എച്ച് കൊടുത്തിട്ട് ഡബിൾ എൻട്രി ആക്കി കൊടുക്കുക കേട്ടോ. ഡബിൾ എൻട്രി ആക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ കണ്ടോ, ക്രെഡിറ്റ് ഡെബിറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ആ ഒരു എൻട്രീസ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഏതാകുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ്ലി കൺഫ്യൂഷൻ ആയിരിക്കും, പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് സിമ്പിളും ആയിരിക്കും. അപ്പൊ നമുക്കിതില് രണ്ട് എന്താണ് വരിക, വൗച്ചേഴ്സ് ആണ് വരിക. ക്യാപിറ്റൽ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ജേണൽ എൻട്രീസ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ക്രെഡിറ്റിലാണ് ക്യാഷ് വരുന്നത് അറിയാലോ. ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും, കാരണം കമ്പനിയിലോട്ട് ക്യാഷ് വരികയാണ്. അപ്പൊ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ക്രെഡിറ്റിൽ കൊടുക്കേണ്ട എമൗണ്ട് ആണ്. കാരണം എന്താണ്, ക്രെഡിറ്റ് ആയിട്ട് അവിടെ കിടക്കും. കാരണം അവർക്ക് നമുക്ക് പിന്നീട് പേ ചെയ്യാനുള്ളതല്ലേ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, ക്യാപിറ്റൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ എന്നാണ് ഈ എൻട്രി കറക്റ്റ് അറിയാം. അത് നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ റെസിപ്റ്റിൽ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. റെസിപ്റ്റിൽ വരുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് ആണ് ഫസ്റ്റ് വരിക. അപ്പൊ നമ്മള് ജേണൽ എൻട്രി ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ രണ്ടാമതാ കൊടുക്കുക. അപ്പൊ നമ്മൾ ടാലിയിൽ വരുമ്പോൾ ക്രെഡിറ്റ് ആണ് റെസിപ്റ്റിൽ ഫസ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ ക്രെഡിറ്റിൽ എന്താണോ അതിനനുസരിച്ച് കൊടുക്കുക. അതിപ്പോ നമ്മൾ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം പഠിച്ചു. അപ്പൊ നമുക്ക് ഓരോ ലെഡ്ജറും അവിടെ പോയിട്ട് ക്രിയേറ്റ് ചെയ്യൽ നടക്കുമോ, ഇല്ലല്ലോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ ലെഡ്ജറും ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് അല്ലെങ്കിൽ ഡേ ടു ഡേ എൻട്രിയിൽ നമ്മൾ ഓരോന്നും അവിടെ പോയിട്ട് ക്രിയേറ്റ് ചെയ്യൽ നടക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് കീ യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. കാരണം ക്യാപിറ്റൽ ഒരു ലെഡ്ജർ ആണ് അറിയാലോ, നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്രിയേറ്റ്. ഒന്നല്ലെങ്കിൽ ഈ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജർ ബുക്കിലോട്ട് പോകും. കണ്ടോ, ലെഡ്ജർ ബുക്കിലോട്ട് പോയി ലെഡ്ജർ ക്രിയേഷൻ വന്നു. ക്രിയേറ്റ് ഷോർട്ട് കീ ഉണ്ട്, Alt+C ആണ് അതിന്റെ ഷോർട്ട് കീ. അപ്പൊ അത് മനസ്സിലാക്കിയൊക്കെ വൗച്ചറിൽ നിന്ന് നമുക്ക് നേരിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റിൽ പോവുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ Alt+C പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലെഡ്ജർ ക്രിയേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ കൊടുക്കാം, ക്യാപിറ്റൽ എൻട്രി ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇനി നമുക്ക് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാനില്ല, കാരണം അത് നമ്മൾ എൻട്രി ആണ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഇതിൽ കൊടുക്കാൻ വരുന്നില്ല കേട്ടോ. നമ്മൾ സിംഗിൾ ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ കൊടുക്കാൻ വരുള്ളൂ. ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ക്യാപിറ്റൽ. അല്ലാതെ എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടല്ല കേട്ടോ ചെയ്യുക. കാരണം നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളെ ഫിനാൻഷ്യൽ ഇയറിന്റെ മുമ്പുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴാണ് ഓപ്പണിംഗ് ബാലൻസ് ഇട്ടിട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞപ്പോ ഒരു 2024 ഏപ്രിലിന് മുമ്പുള്ള പിന്നെ മാർച്ച് 31 സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് ഇയർ വരുമ്പോൾ അത് ഓരോ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടല്ലേ കണക്കുക. അതങ്ങനെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ടാലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും,
നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ട് ഇപ്പോൾ ഇത്രയും കാലം നടന്ന ഇപ്പോൾ ക്യാഷ് ഒക്കെ നമുക്ക് ബാലൻസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ട് പിന്നെ ബാക്കി എൻട്രീസ് കറക്റ്റ് ഡേ ടു ഡേ എൻട്രി ചെയ്യും. ഇപ്പൊ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമുക്ക് സെൻട്രൽ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഒക്കെ ആവുമ്പോൾ എന്താണ് അവരുടെ അഡ്രസ് ഒക്കെ കൊടുക്കാണ്ടാവും. അപ്പോഴാണ് ഇതൊക്കെ യൂസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് സേവ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ തന്നു. ഇനി എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 5 lakh ആണ്. ആ 5 lakh ഇവിടെ കൊടുക്കുക കേട്ടോ. എൻ്റർ അടിക്കാം. ഇനി ഡെബിറ്റില് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ 5 lakh നമ്മൾ എമൗണ്ട് കൊടുത്തു. ഇനി ഡെബിറ്റില് ക്രിയേറ്റിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൾട്ട് സി അടിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ആണെന്ന് നമുക്ക് കൊടുക്കാമല്ലോ. അപ്പൊ ക്യാഷ് ക്രിയേറ്റ് ചെയ്യണ്ട, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് ഓൾറെഡി ഇതിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ക്യാഷ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ ക്യാഷ് വന്നിട്ടുണ്ട്. ക്യാഷ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ എമൗണ്ട് വന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ള റെസിപ്റ്റില്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ക്യാപിറ്റൽ നിലയിൽ ഫസ്റ്റ് ടാലിയിൽ ക്രെഡിറ്റ് ആണ് വരുന്നത്. അപ്പൊ ക്യാപിറ്റൽ കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ഡെബിറ്റ് ആയിരുന്നു, ക്യാഷ് ഡെബിറ്റ് ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ അത് കൊടുത്തു. അപ്പൊ നമ്മൾ ഇനി അടുത്തത് നരേഷൻ കൊടുത്തിട്ട് വേണം സേവ് ചെയ്യാൻ. അപ്പൊ ബി കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ RS 5 lakh. നമ്മൾ നരേഷൻ കൊടുത്തിട്ട് തന്നെ സേവ് ചെയ്യാം കേട്ടോ. നരേഷൻ സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ കണ്ടോ ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർ ചെയ്തപ്പോൾ പറഞ്ഞ എന്താണ്, ഡേറ്റ് കനോട്ട് ബി ബിലോ ദ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഡേറ്റ് 1/4/2015 നമ്മൾ ഫിനാൻഷ്യൽ ഇയർ കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ നമ്മൾ ഈ ഒരു 1/4 അല്ല ഇവിടെ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സ്കേപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നോക്കാൻ പറ്റും, കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ലേ 31/3/2014 ഇവിടെ ഡേറ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു ഡേറ്റിലല്ല കൊടുക്കണം, ഞാൻ ഡേറ്റ് കൊടുക്കാൻ വിട്ടുപോയിട്ട്. അപ്പൊ എന്ത് ചെയ്യാം, F2 അടിച്ചിട്ട് ഡേറ്റ് കൊടുക്കുക. 1/4/2015 നമ്മളെ ഡേറ്റ്. ഇപ്പോഴും എന്ത് പറയുന്നുണ്ട്, ഡേറ്റ് കനോട്ട് ബി. നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഡേറ്റ് കനോട്ട് ബി എബോവ് ദ കറന്റ് പീരീഡ്. അപ്പൊ നമ്മൾ കറന്റ് പീരീഡ് റെഡി ആക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ മുമ്പ് 2013-14 കമ്പനിയാണ് ചെയ്തു വെച്ചത്. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു ഇയറിൽ നമുക്കിത് കൊടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ബിഗിനിങ് ഡേറ്റ് അല്ലെങ്കിൽ ബുക്സ് ബിഗിനിങ് ഫ്രം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തത് 1/4/2015. അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ ആ കറന്റ് പീരീഡ് നമ്മൾ ഇതായതുകൊണ്ട് നമുക്ക് എന്താണ് വേറൊരു കറന്റ് പീരീഡിൽ ഈ ഒരു ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, നമുക്ക് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് Alt F2 കൊടുത്തിട്ട് നമ്മൾ പീരീഡ് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. Alt F2 കൊടുക്കുക. കണ്ടോ പീരീഡ് കിടക്കുന്നത് 1/4/2013 31/3/2014. അപ്പൊ നമുക്ക് ആ പീരീഡ് മാറ്റിയിട്ട് നമ്മുടെ പീരീഡ് ആക്കി കൊടുക്കണം. 1/4/2015 ടു 31/3/2016 ഈ ഒരു പീരീഡ് കൊടുത്തിട്ട് ഇപ്പൊ പീരീഡ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, F2 കൊടുത്തിട്ട് ഡേറ്റ് കൊടുക്കാൻ പറ്റും. 1/4/2015. ഇപ്പൊ കണ്ടോ നമുക്ക് എറർ മെസ്സേജ് ഒന്നും വന്നില്ല. എറർ മെസ്സേജ് വരാത്തതിന്റെ കാരണം എന്താണ്, എറർ മെസ്സേജ് വന്നതുകൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇത് സേവ് ചെയ്യാൻ പറ്റാത്തത്. ഫിനാൻഷ്യൽ ഇയറിന്റെ അതേപോലെ നമ്മുടെ ബുക്സ് ബിഗിനിങ് ഫ്രം ഡേറ്റിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഒന്നും നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ കറക്റ്റ് കൊടുത്ത് നമ്മൾ പീരീഡ് ഒക്കെ കറക്റ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ആ ഡേറ്റിൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കറന്റിലി 2024 ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടാണ് എടുത്ത് വെച്ചതെന്നുണ്ടെങ്കിൽ ഈ ഇയറത്തെ ഡേറ്റ് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിക്കാം. ഇനി ഇതെന്ത് ചെയ്യാം, നമുക്ക് സേവ് ചെയ്യാം. കൺട്രോൾ കൊടുത്ത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ എൻട്രി സേവ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വരുന്നത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു SBT ബാങ്ക് RS 5000. അപ്പൊ ഇത് ഏത് വൗച്ചറിലാണ് വരിക എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഒരു പ്രോബ്ലം ഫുള്ള് ഏത് വൗച്ചറിലാണെന്നൊക്കെ കറക്റ്റ് പറഞ്ഞു തരാം. പിന്നെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു SBT ബാങ്ക്. അപ്പോൾ ഇതെന്താന്ന് ചോദിച്ചാൽ ക്യാഷ് ഡെപ്പോസിറ്റ് ആണ്. ക്യാഷും ബാങ്കും വരുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കോൺട്രാ വൗച്ചറിലാണ് ചെയ്യാറ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കോൺട്രാ വൗച്ചർ ഓപ്പൺ ചെയ്യാം.
കോൺട്രാ വൗച്ചറിന്റെ ഷോർട്ട് കീ ആണ് F4. അത് ഈ സൈഡിൽ ഉണ്ടാവും. അവിടുന്ന് ക്ലിക്ക് ചെയ്യരുത്, ഷോർട്ട് കീ തന്നെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ക്യാഷ് ഡെപ്പോസിറ്റ് SBT ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത്. അപ്പൊ ക്യാഷ് ആണ് ക്രെഡിറ്റിൽ വരിക, SBT ബാങ്ക് ഡെബിറ്റിന് വരും, കാരണം ബാങ്കിലോട്ടാണ് ക്യാഷ് ഇടുന്നത്. അപ്പൊ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ. ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാണ് അത് കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യാം. അപ്പൊ നമ്മൾ ക്രെഡിറ്റിൽ ക്യാഷ് കൊടുത്തു 5000. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ക്രിയേറ്റ് എന്ന് ഇവിടെ പോയിട്ട് ക്രിയേറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, Alt+C കൊടുത്തിട്ട് SBT ബാങ്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. SBT ബാങ്ക്, അതിന്റെ അണ്ടർ വരിക ബാങ്ക് അക്കൗണ്ട് ആണ്, ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. ഇത്രയും കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി അതിന്റെ അക്കൗണ്ട് ഹോൾഡർ നെയിം, അതേപോലെ ഹോൾഡർ നെയിം വരെ നമ്മളെ കമ്പനിയുടെ അക്കൗണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. ST ട്രേഡേഴ്സ് അക്കൗണ്ട് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ IFSC നമ്പർ, അക്കൗണ്ട് ഹോൾഡർ നെയിം ഓൾറെഡി വന്നു, അക്കൗണ്ട് നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ IFSC നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട് ആകുമ്പോൾ നമുക്ക് എല്ലാം കൊടുക്കേണ്ടി വരില്ലേ. പിന്നെ സ്വിഫ്റ്റ് കോഡ്, അതേപോലെ ബാങ്ക് നെയിമും ബ്രാഞ്ചും നമുക്ക്, കാരണം ഒരു കമ്പനിക്ക് ഒരു ബാങ്കിലൊന്നും ആവില്ല അക്കൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ഓരോന്നും കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആവും. പിന്നെ ഒരു നമ്മൾ അക്കൗണ്ടന്റ് മാറിയിട്ട് വേറൊരാളാവുമ്പോൾ അയാൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഒന്നും വരില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും കറക്റ്റ് കൊടുക്കുക. ഇതൊക്കെ നോക്കിയിട്ട് സെറ്റ് ആൾട്ടർ റേഞ്ച് ഫോർ ചെക്ക് ബുക്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. എനേബിൾ ചെക്ക് പ്രിന്റിംഗ് ഉണ്ടെങ്കിൽ അത് എനേബിൾ കൊടുക്കുക. ചെക്ക് പ്രിന്റിംഗ് കോൺഫിഗറേഷൻ ഒക്കെ എന്തെങ്കിലും റെഡിയാക്കാനുണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ നമ്മളെ അഡ്രസ്സ്, അതേപോലെ ആ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്യാം. കൺട്രോൾ കൊടുത്തിട്ട് സേവ് ചെയ്തു. ഇനി ഈ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി വരും, നമ്മൾ ഒരു എമൗണ്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ കാണുന്നുണ്ടാവും നമ്മൾ 5 ലക്ഷം ആയിരുന്നു, കാണാൻ പറ്റുന്നുണ്ടോ, 5 ലക്ഷം ആയിരുന്നു നമുക്ക് നമ്മള് ക്യാപിറ്റൽ ഇതാക്കിയത്. 5 ലക്ഷം ആണല്ലോ ക്യാപിറ്റൽ വന്നപ്പോ നമ്മള് എന്ത് ചെയ്തു, 5000 രൂപ എടുത്തിട്ട് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ക്യാഷ് ബാലൻസ് ഇവിടെ 495 ആയി. ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷനിൽ ഓട്ടോമാറ്റിക് വന്നുകൊണ്ടിരിക്കും. SBT ബാങ്കിൽ 5000, അവിടുത്തെ SBT ബാങ്കിന്റെ ബാലൻസ് വന്നത് 5000, നമ്മളെ ക്യാഷ് ബാലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നരേഷൻ കൊടുക്കുക. ഈ ബാങ്കിന്റെ കാര്യം വരുമ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ടൈപ്പ് എന്നുള്ളൊരു ഇതും കൂടെ വരും. കണ്ടോ, ബാങ്ക് അലോക്കേഷൻ ഫോർ SBT ബാങ്ക് ആണ്, 5000 ആണ് നമ്മൾ ഇതാക്കി. പിന്നെ ട്രാൻസാക്ഷൻ ടൈപ്പ് അതിൽ ക്യാഷ് 5000 ഇവിടെ കാണിക്കുന്നുണ്ട്, കാരണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ്. ഇൻസ്റ്റന്റ് നമ്പർ എന്ന് പറയുന്നിടത്ത് എന്താണ് കൊടുക്കാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിൽ കാണാൻ പറ്റുന്നില്ലേ, ഡിനോമിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ബാങ്കിലൊക്കെ പോകുമ്പോൾ സ്ലിപ്പിൽ നമ്മൾ എഴുതി കൊടുക്കാറില്ലേ, എത്രേന്റെ നോട്ടുകളൊക്കെയാണ് നമ്മൾ അവിടെ ഡെപ്പോസിറ്റ്. ഇപ്പൊ 2000ന്റെ നോട്ട് ഇപ്പൊ ഇല്ല, അതൊക്കെ അതിന് മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചതാണ്. 1000ന്റെ നോട്ട് ഇല്ല, 500ന്റെ നോട്ട് അത് മുതലാണുള്ളത്. അപ്പൊ എത്ര 500ന്റെ നോട്ടായിരുന്നു നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തില്ലേ, അതുപോലെ എത്ര 200, 100ന്റെ, 50ന്റെ, അങ്ങനെ എത്ര നോട്ടുകളാണെന്നുള്ളതാണ് ഇവിടെ കൊടുക്കാനുള്ളത്. അപ്പൊ ജസ്റ്റ് നമുക്കിത് സ്കിപ്പ് ചെയ്ത് പോവാം. കൺട്രോൾ കൊടുത്തിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എൻ്റർ അടിച്ചിട്ട് പോവാം കേട്ടോ. പിന്നെ ബാങ്ക് നെയിം നമുക്ക് കൊടുക്കാം. ഏത് ബാങ്കിലോട്ടാണ് ഡെപ്പോസിറ്റ് ആ നെയിം കൊടുക്കാം. പിന്നെ ഡേറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് നരേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മളിവിടെ കൊടുക്കാം ക്യാഷ് ഡെപ്പോസിറ്റഡ് SBT ബാങ്ക് എന്നുള്ളത് നമ്മൾ കൊടുക്കാം കേട്ടോ. ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു SBT ബാങ്ക്. എത്ര എമൗണ്ട് ആണ്, RS 5000. അങ്ങനെ കറക്റ്റ്ലി നരേഷനും കൂടെ കൊടുത്തിട്ട് പോവാ കേട്ടോ. അപ്പോൾ ഈ എൻട്രിന്റെ ഡേറ്റ് 1-ാം തീയതി അല്ല 2-ാം തീയതിയാണ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഡേറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ എഡ്യൂക്കേഷൻ മോഡ് ആണെങ്കിൽ ഡേറ്റ് ചേഞ്ച് ചെയ്യൽ പോസിബിൾ അല്ല. അപ്പൊ ഈ ഒരു 1-ാം തീയതിയോ 2-ാം തീയതിയോ ആയിട്ട് അത് സേവ് ചെയ്യാം. അല്ലാതെ ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ ഓരോ എൻട്രീസ് ഓരോ മന്തിൽ ഓരോ ഡേറ്റിൽ എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ ഡേറ്റ് ഇവിടെ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, കൊടുക്കാം. 2-ാം തീയതി ഓക്കെ കൊടുക്കാം. ഇനി അത് സേവ് ചെയ്യാം. കൺട്രോൾ അടിക്കാം. അക്സെപ്റ്റ് ചെയ്യണോ ചോദിക്കും, ഒന്നുകൂടെ എൻ്റർ അടിച്ചാൽ അക്സെപ്റ്റ് ആയി പോകും. ഇപ്പൊ 2 എൻട്രീസ് നമ്മൾ ചെയ്തു. ഇനി അടുത്ത വരുന്നതാണ് കമ്മീഷൻ പെയ്ഡ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേയ്മെന്റുകളൊക്കെ എവിടെയാണ് വരിക, പേയ്മെന്റ് വൗച്ചറിലാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് കൊടുക്കാം. ഇനി ഒരുപാട് ഇത് കൊടുക്കുന്നില്ല. ഓക്കെ, പേയ്മെന്റ് വൗച്ചർ എടുക്കുക. പേയ്മെന്റ് വൗച്ചറിൽ ഫസ്റ്റ് വരുന്നത് നമ്മൾ സാലറി പെയ്ഡ് ആണ്. അപ്പൊ സാലറി ആണ് ഡെബിറ്റിൽ വരിക. അപ്പൊ നമ്മൾ സാലറി ക്രിയേറ്റ് ചെയ്യാം. സാലറി വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. സാലറി അതിന്റെ അണ്ടർ വരിക ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്.
അത് കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എൻ്റർ അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് എന്ത് എമൗണ്ട് കൊടുക്കുക. സാലറി എത്രയായിരുന്നു, സാലറിയുടെ മുമ്പ് കമ്മീഷൻ പെയ്ഡ് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സാലറി അവിടെ നിർത്തിയിട്ട് കമ്മീഷൻ പെയ്ഡ് ചെയ്ത് കൊടുക്കാം. 3-ാം തീയതി കമ്മീഷനാണ്, അപ്പൊ അത് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് ആദ്യം കൊടുക്കുക. 3 കൊടുത്തു, എൻ്റർ ചെയ്തു. സാലറിക്ക് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, Alt C കൊടുത്തിട്ട് കമ്മീഷൻ പെയ്ഡ് കൊടുക്കുക. കമ്മീഷൻ പെയ്ഡ്. ഓക്കെ, അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സേവ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക കൊടുത്തിട്ട് എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, എമൗണ്ട് കൊടുക്കുക. എമൗണ്ട് നോക്കിയിട്ട് 500 രൂപയാണ്, 500 കൊടുത്തു. ഇനി ക്രെഡിറ്റിന് ക്യാഷ് അല്ലേ, ക്യാഷ് ആണ്, ഇപ്പൊ ക്യാഷ് എന്ന് കൊടുക്കുക. ഇനി ഇവിടെ നരേഷനിൽ എന്ത് ചെയ്യാം, കമ്മീഷൻ പെയ്ഡ് ടു കമ്മീഷൻ പെയ്ഡ് എന്ന് കൊടുക്കുക. ബീങ് കമ്മീഷൻ പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ് നരേഷൻ കൊടുത്തു. സേവ് ചെയ്യാം കേട്ടോ, കൺട്രോൾ കൊടുത്തിട്ട് സേവ് ചെയ്തു. അടുത്ത എൻട്രി വരുന്നതാണ് സാലറി പെയ്ഡ്. 6,000 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എൻട്രീസ് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് എമൗണ്ട് സാലറി 1000 അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ഒരു ചെറിയ എമൗണ്ട് ഇട്ടിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് സാലറി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്, സാലറി സെലക്ട് ചെയ്യാം. എമൗണ്ട് 1000 ആണ്, അത് കൊടുത്തു. ക്യാഷ് സെലക്ട് ചെയ്തു. നമ്മൾ നരേഷനിൽ ബി സാലറി പെയ്ഡ് RS 1000 അത് സേവ് ചെയ്യുക, കൊടുത്തിട്ട് സേവ് ചെയ്യുക. അപ്പൊ സാലറി കൊടുത്തത് എന്താണ്, 4-ാം തീയതിയാണ് സാലറി കൊടുത്തത്. അപ്പൊ നമ്മൾ ഡേറ്റ് കൊടുക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുക, F2 കൊടുത്തിട്ട് 4-ാം തീയതി സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡേറ്റിന്റെ കാര്യം നിങ്ങൾ എഡ്യൂക്കേഷൻ ബോർഡാണെങ്കിൽ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ മറന്നു പോകരുത്. ഇപ്പൊ ഇന്നില്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യാം. നാളെ ഇന്നലെ ഉള്ളത് ഇന്നലത്തെ ഡേറ്റ്, അതുപോലെ 4 ദിവസം മുമ്പുള്ള എൻട്രീസ് ഒക്കെ നമുക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ ആ ഡേറ്റ് തന്നെ കൊടുത്തിട്ട് ചെയ്യാം. അപ്പോഴേ നമ്മൾ അക്കൗണ്ട്സ് കറക്റ്റ് ആവുള്ളൂ, അക്കൗണ്ട് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ അതും കൂടെ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ എഡ്യൂക്കേഷൻ മോഡാണ് വീട്ടിലിരിക്കുന്നവർക്ക് അതായിരിക്കും. ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ലൈസൻസിന്റെ വെർഷൻ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഒരു 1-ാം തീയതി 2-ാം തീയതി ഇതാക്കുക. ഡേറ്റ് കൊടുക്കേണ്ടത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി, അത് തെറ്റാം അല്ലെങ്കിൽ നമ്മൾ മറന്നു പോവുകയൊക്കെ ചെയ്യും. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത നമുക്ക് വരുന്നത് ട്രാവലിംഗ് പെയ്ഡ് ആണ്. ട്രാവലിംഗ് പെയ്ഡ് 250. അപ്പൊ അതിന് പേയ്മെന്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ട്രാവലിംഗ് ക്രിയേറ്റ് ചെയ്തു. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ആ ഒരു വൗച്ചർ സേവ് ചെയ്തു, കൺട്രോൾ കൊടുത്തിട്ട് എമൗണ്ട് 250. ക്യാഷ് ആണ്, ക്യാഷ് കൊടുക്കുക. ഇവിടെ നരേഷന് ബി ട്രാവലിംഗ് പെയ്ഡ്, ട്രാവലിംഗ് എക്സ്പെൻസ് ആണ് കേട്ടോ. ട്രാവലിംഗ് പെയ്ഡ് പറഞ്ഞാല് സേവ് ചെയ്യുക. ഡേറ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കാം. 5-ാം തീയതിയാണ് ഡേറ്റ്. അപ്പോൾ F2 കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് 5 കൊടുക്കാം. കൺട്രോൾ കൊടുത്തിട്ട് സേവ് ചെയ്തു. ഇനി അടുത്ത എൻട്രി വരാൻ പോകുന്നത് വേജസ് പെയ്ഡ് ആണ്. അപ്പോൾ വേജസിന്റെ ഒരു ലെഡ്ജർ ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് കൊടുക്കാം. പേയ്മെന്റ് തന്നെയാണ്. Alt C കൊടുത്തിട്ട് വേജ് ക്രിയേറ്റ് ചെയ്യാം. വേജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ക്ലീൻ ചെയ്തിട്ട് സേവ് ചെയ്യാം. ഇവിടെ എമൗണ്ട് കൊടുക്കുക 500. വേജ് 500 ആണ്, ഇത് 500 കൊടുത്തു. ക്യാഷ് സെലക്ട് ചെയ്യാം. നരേഷൻ കൊടുക്കുക. ബി വേജ് പെയ്ഡ് RS 500 ഇത്രയും കൊടുത്തിട്ട് സേവ് ചെയ്യാം കേട്ടോ. വേജ് പെയ്ഡ് 6-ാം തീയതി ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ്, ഡേറ്റ് മാറിപ്പോയി. നമ്മൾ സേവ് ചെയ്തതിന് മുൻപ് 5-ാം തീയതി വെച്ചിട്ടാണ് സേവ് ആയിപ്പോയി. അപ്പൊ അതിനെന്താ ചെയ്യുക വെച്ചാൽ പേജപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പൊ പേജപ്പ് യൂസ് ചെയ്തിട്ട് അത് കീബോർഡിലുള്ളതാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് പഴയ എൻട്രി വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. 6 സേവ് ചെയ്തു. അപ്പൊ നമുക്ക് മറന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അപ്പൊ തന്നെ തിരിച്ചറിഞ്ഞിട്ട് പെട്ടെന്ന് തിരുത്തിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത എൻട്രി ഓഡിറ്റ് ഫീ പെയ്ഡ് 5000. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് ഡേറ്റ് ചേഞ്ച് ചെയ്തു. 7-ാം തീയതിയാണ്.
ഓഡിറ്റ് ഫീ ചേഞ്ച്, ഓഡിറ്റ് ഫീ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സേവ് ചെയ്യാം. എമൗണ്ട് കൊടുക്കുക. എമൗണ്ട് കറക്റ്റ് നോക്കിയിട്ട് കൊടുക്കുക കേട്ടോ. 5000 ആണ്. ക്യാഷ് നരേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? നരേഷൻ ഇവിടെ കൊടുക്കാം. ഓഡിറ്റ് ഫീ പെയ്ഡ്. അപ്പോൾ നരേഷൻ ബീൻ ഓഡിറ്റ് ഫീ പെയ്ഡ് RS RS 5000. ഓക്കെ, സേവ് ചെയ്യുക. കൺട്രോൾ കൊടുത്താൽ സേവ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ അത്രയും ചെയ്തു. ഇനി അടുത്തത് വരുന്നതാണ് 8-ാം തീയതി പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം രാജു ഓൺ ക്രെഡിറ്റ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ക്യാഷിനായിരുന്നു, കാരണം വേറെ നമ്മളോട് പ്രത്യേകിച്ച് ക്രെഡിറ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ 8-ാം തീയതിത്തെ എൻട്രി ആണ് എന്ത് വന്നിട്ടുള്ളത്. നമ്മൾ ക്രെഡിറ്റിന് രാജുവിന് എന്ത് ചെയ്തു, ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ക്രെഡിറ്റിനാണ് നമ്മൾ രാജുവിന്റെ അടുത്ത് ഫർണിച്ചർ പർച്ചേസ് ചെയ്ത്. അപ്പൊ അതെങ്ങനെ കൊടുക്കാൻ നോക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് കൊടുക്കാം. F2 കൊടുത്തിട്ട് 8 ആണ്. ഓക്കെ, 8-ാം തീയതി ആക്കി. ഇനി അങ്ങനത്തെ ക്രെഡിറ്റിനില്ല പർച്ചേസ് നമ്മൾ കൊടുക്കുന്നതിലാണ്, ജേണൽ വൗച്ചറിലാണ്. അപ്പൊ എന്ത് ചെയ്യാം, ജേണൽ വൗച്ചർ എടുക്കാം. F7 അടിച്ചാൽ ജേണൽ വൗച്ചർ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം രാജു ആണ്. അപ്പൊ ഫർണിച്ചർ ആണ്, ഫർണിച്ചർ ക്രിയേറ്റ് ചെയ്യാം. ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് കൊടുക്കാം. സേവ് ചെയ്യാം കേട്ടോ. ഇനി എമൗണ്ട് കൊടുക്കുക. എമൗണ്ട് വരുന്നത് 5200 ആണ്. ഇനി ക്രെഡിറ്റിലാണ്, കാരണം നമ്മൾ ബാബുവിന് ക്യാഷ് കൊടുക്കാനാണ്. നമ്മൾ ഇങ്ങോട്ട് വാങ്ങിയത് എന്താണ്, ഫർണിച്ചർ. അപ്പൊ അതിനെ ഡെബിറ്റ് ചെയ്തു. ഇനി ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുള്ളവരാണല്ലോ ക്രെഡിറ്റർ, അറിയാലോ. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനായിരിക്കും. അപ്പൊ അതാണ് ക്രെഡിറ്റർ, സൺഡ്രി ക്രെഡിറ്റർ എന്ന് പറയും. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് വരാനായിരിക്കും ഉണ്ടാവും. അപ്പൊ സൺഡ്രി ഡെപ്റ്റർ. ഇത് മനസ്സിലാക്കി വെക്കുക. അത് തിയറി പഠിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ രാജുവിന്റെ അടുത്താണ് നമ്മൾ വാങ്ങിയിട്ടില്ല. അപ്പൊ രാജു ക്രിയേറ്റ് ചെയ്യാം. രാജു അണ്ടർ വരുന്നത് സൺഡ്രി ക്രെഡിറ്റർ ആണ് കേട്ടോ. ഇതും കൂടെ മനസ്സിലാക്കി വെക്കുക. സൺഡ്രി ഡെപ്റ്റർ അല്ല, ക്രെഡിറ്റർ. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനാണ്, അതാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഇത്രയും ചെയ്തിട്ട് സേവ് ചെയ്യുക. അത് കറന്റ് ലയബിലിറ്റിന്റെ അണ്ടറാണ് വരിക കേട്ടോ. നമുക്ക് നരേഷൻ കൊടുക്കാം. ബി പർച്ചേസ്ഡ് ഫർണിച്ചർ, പർച്ചേസ്ഡ് ഫർണിച്ചർ RS 5200. ഇനി നമുക്ക് 9-ാം തീയതി പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ 15000-ന് പർച്ചേസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ക്രെഡിറ്റിനാണെന്നൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നമുക്ക് പേയ്മെന്റ് തന്നെ ചെയ്യാം. പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ എന്നുള്ളത് പേയ്മെന്റിൽ ചെയ്യാം. കാരണം നമുക്ക് ക്രെഡിറ്റിനാന്ന് പറഞ്ഞാൽ മാത്രം, ക്രെഡിറ്റ് അല്ലെങ്കിൽ ആളെ പേര് കൊടുത്താൽ മാത്രം നമുക്ക് ക്രെഡിറ്റിൽ ചെയ്താൽ മതി. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ജേണൽ വൗച്ചർ ചെയ്യുമ്പോൾ പഠിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോ പേയ്മെന്റില് എൻട്രി വരുന്നത് പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ, പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ. അപ്പൊ കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യാം. കമ്പ്യൂട്ടർ അണ്ടർ വരിക ഫിക്സഡ് അസറ്റ് ആണ് കമ്പ്യൂട്ടർ. കാരണം നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതല്ല, നമ്മളെ ഗുഡ്സ് അല്ല. പർച്ചേസ്ഡ് മീൻസ് നമ്മൾ സാധനം കമ്പ്യൂട്ടർ വാങ്ങുക നമ്മളെ കമ്പനി ആവശ്യത്തിനാകുമ്പോൾ അത് ഫിക്സഡ് അസറ്റിലല്ലേ വരിക. അപ്പൊ ഫിക്സഡ് അസറ്റ് ആണ്. സേവ് ചെയ്യുക. എമൗണ്ട് കൊടുക്കുക കേട്ടോ. എത്ര രൂപക്കാണോ കമ്പ്യൂട്ടർ വാങ്ങി, 15000-നാണ്. അപ്പൊ അത് 15000 എന്ന് കൊടുക്കുക. ഇനി ക്യാഷ് ആണ്, ക്രെഡിറ്റ് എന്നൊന്നും പറയാത്തോണ്ട് ക്യാഷ് കൊടുക്കുക. നരേഷൻ കൊടുക്കുക. ബി പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ, പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ RS 15000. സേവ് ചെയ്യാം. ഇപ്പോഴും നമ്മൾ അതുപോലെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. 9-ാം തീയതി ആയിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് പേജ്
പേജ് അപ്പ് പോയിട്ട് ഡേറ്റ് കറക്റ്റ് ആണോ അല്ല. അപ്പൊ നമ്മൾ F2 കൊടുക്കുക, 9-ാം തീയതി കൊടുത്തിട്ട് സേവ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് വരുന്നത് ക്യാഷ് പെയ്ഡ് ടു രാജു. അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ രാജുവിന്റെ അടുത്ത് ഫർണിച്ചർ വാങ്ങിയിരുന്നു 5,200. ഇവിടെ കണ്ടോ 8-ാം തീയതി പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം രാജു ക്രെഡിറ്റിന് നമ്മൾ 5,200 വാങ്ങിയിട്ടുണ്ടായിരുന്നു. 10-ാം തീയതി നമ്മൾ അയാൾക്ക് പൈസ കൊടുത്തു. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെ വെച്ചാൽ പേയ്മെന്റിലാണ് കൊടുക്കേണ്ടത്. പേയ്മെന്റില് രാജു എമൗണ്ട് 5,200 ക്യാഷ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ക്യാഷ് ക്രെഡിറ്റ് ആവും. അപ്പൊ ബി ക്യാഷ് പെയ്ഡ് ടു രാജു. ക്യാഷ് പെയ്ഡ് ടു രാജു RS 5,200 നമ്മൾ ക്യാഷ് കൊടുത്തു. സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്യുന്നതിന് മുമ്പ് ഡേറ്റ് കറക്റ്റ് ആണോ നോക്കുക. 10-ാം തീയതിയാണ്. അപ്പൊ 10-ാം തീയതിക്ക് ഡേറ്റ് കൊടുക്കുക. അപ്പൊ 10-ാം തീയതി കറക്റ്റ് കാണുന്നുണ്ടോ അല്ലേ? കുറെ എൻട്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സൂം ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാത്തത്. അപ്പോൾ ഇങ്ങനെ ഡേറ്റ് കൊടുക്കുക. 10-ാം തീയതി കൊടുത്തു, സേവ് ചെയ്തു. അടുത്ത എൻട്രി റെന്റ് പെയ്ഡ് 1000. അത് പേയ്മെന്റ് തന്നെയാണ്. റെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സേവ് ചെയ്യാം. എമൗണ്ട് റെന്റ് പെയ്ഡ് 1000 രൂപ. ക്യാഷ് ആണ്. നരേഷൻ കൊടുക്കാം. ബീൻ റെന്റ് പെയ്ഡ് RS 1000. സേവ് ചെയ്യാം. നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായില്ല. ഡേറ്റ് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഇനി അടുത്തത് സോൾഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ടു ബാബു RS 6,000. അപ്പൊ നമ്മൾ മുമ്പ് ഒരു ഫർണിച്ചർ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്രാം തീയതി ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിവിടെ കണ്ടോ 8-ാം തീയതി ബാബുവിന്റെ അടുത്ത് ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട്. 5,200 ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മളിപ്പോ വിൽക്കാൻ പോവാണ്. അപ്പൊ 6,000 രൂപക്കാണ് ആ ഒരു ഫർണിച്ചർ നമ്മൾ വിൽക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു എൻട്രി എങ്ങനെ ചെയ്യാം നോക്കാം. 12-ാം തീയതി 8-ാം തീയതി നമ്മൾ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം രാജു ഓൺ ക്രെഡിറ്റിന് 5,200 വാങ്ങി അതിന്റെ എമൗണ്ട് ഒക്കെ നമ്മൾ പേ ചെയ്തു. നമ്മുടെ സ്വന്തമാണ് ഫർണിച്ചർ. ഇപ്പോൾ ഇനി നമുക്കത് വിൽക്കാലോ. അപ്പൊ നമ്മൾ സോൾഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ടു ബാബു എന്നുള്ളത് ബാബുവിന് നമ്മൾ 6,000 ഈ ഫർണിച്ചർ തന്നെ വിൽക്കാൻ പോവാണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയ ലെഡ്ജർ ഉണ്ടല്ലോ ഫർണിച്ചർ, അത് തന്നെയാണ് വിൽക്കാൻ പോകുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. പേയ്മെന്റില് ഫർണിച്ചർ എമൗണ്ട് 5,200 ഫർണിച്ചറിന്റെ എമൗണ്ട് 5,200 അത് കൊടുക്കാം. ഇനി ഡെബിറ്റിൽ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ്. കാരണം നമ്മൾ 800 രൂപ പ്രോഫിറ്റിനല്ലേ അത് വിൽക്കുന്നത്. അപ്പൊ ഫർണിച്ചറിന്റെ എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്താണ്? ഫർണിച്ചറിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത് നമ്മൾ ഡെബിറ്റിൽ ബാബു ആണ് നമ്മൾ ആര് നമ്മൾ വിൽക്കാൻ പോകുന്ന ബാബുവിനാണ്. അപ്പൊ ബാബുവിനെ നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ബാബുവിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കിയിട്ട് എൻട്രീസ് നോക്കിയിട്ട് തന്നെ ചെയ്യാം. ബാബു നമ്മൾ സെയിൽ ചെയ്യാണ്. അപ്പൊ സൺട്രി ഡെപ്റ്റർ ആണ് കേട്ടോ. അതും ശ്രദ്ധിക്കാം. സേവ് ചെയ്യാം. ബാബുവിനെ എത്രക്കാണ് നമ്മൾ വിൽക്കുന്നത്? 6,000 രൂപക്കാണ് നമ്മൾ കമ്പ്യൂട്ടർ വിൽക്കുന്നത്. കമ്പ്യൂട്ടറല്ല, സോറി, ഫർണിച്ചർ വിൽക്കുന്നത് 6,000 രൂപക്കാണ് ബാബുവിന് വിൽക്കുന്നത്. ഇനി നമ്മൾ എന്താണ്, നമ്മളെ കമ്പ്യൂട്ടർ ഫർണിച്ചറിന്റെ എമൗണ്ട് എത്രയായിരുന്നു? 5,200. അപ്പൊ നമുക്ക് അത് നോക്കാം. ഫർണിച്ചർ 5,200 കാണിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മൾ എന്ത്, ഇത് പേയ്മെന്റിലല്ല കേട്ടോ, വൗച്ചർ മാറിയതുകൊണ്ടാണ് ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ റെസിപ്റ്റിലാണ്. കാരണം നമ്മൾ നമ്മുടെ ഫർണിച്ചർ വിറ്റപ്പോ ബാബു ഇരുന്ന് നമുക്ക് 6,000 ഇങ്ങോട്ട് കിട്ടാനില്ല. അതല്ലേ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. സോൾഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റിനാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്, പേയ്മെന്റിൽ ഇത് കൊടുക്കാൻ പറ്റില്ല. അതൊരു കാര്യം ശ്രദ്ധിക്കണം. പേയ്മെന്റിന് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. പേയ്മെന്റ് വൗച്ചർ കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ വെച്ചാൽ ക്രെഡിറ്റിന് വാങ്ങിയതൊന്നും വിൽക്കുന്നതും വാങ്ങുന്നതും ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പേയ്മെന്റിൽ കൊടുക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജേണൽ വൗച്ചർ എടുക്കാം. എൻട്രീസ് ഒന്നും നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പേയ്മെന്റ് വൗച്ചർ ജസ്റ്റ് F7 ക്ലിക്ക് ചെയ്താൽ മാത്രം മതി.
അതിവിടെ ഓണാക്കി വെച്ചുകൊണ്ടാണ്. F7 ഓക്കെ ജേണൽ വന്നു. അപ്പൊ ബാബു 6000 കൊടുത്തു. ഫർണിച്ചർ നമ്മൾ 5200 കൊടുത്തു. ഇനി നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയാണ്? പ്രോഫിറ്റ് 800 രൂപയാണ്. അത് കാണിച്ചു. അപ്പൊ ബാബുവിന് നമ്മൾ 6000-നാണ് വെക്കുന്നത്. ഫർണിച്ചറിന്റെ വില എത്രയായിരുന്നു? 5200 ആയിരുന്നു. അത് കൊടുത്തു. പ്രോഫിറ്റ് 800. ഇത്രയും കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നരേഷൻ കൊടുക്കുക. ഡേറ്റ് നമ്മൾ കറക്റ്റ് ആണ് കൊടുത്തത് നോക്കുക. 12 ഡേറ്റ് കറക്റ്റ് ചെയ്യാം. 12 കൊടുത്തു. നരേഷൻ തീം സോൾഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ്. എത്രക്കാണ് ബാബുവിന് വെക്കുന്നത്? 6000 രൂപക്കാണ്. അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് സേവ് ചെയ്യുക. കൺട്രോൾ സേവ് ചെയ്യാം. അപ്പോൾ അതിന്റെ എൻട്രി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാല് നമ്മൾ 5200 വാങ്ങിയ ഒരു ഫർണിച്ചറാണ് നമ്മൾ 6000 രൂപക്ക് വിറ്റത്. അപ്പൊ നമ്മളെ അക്കൗണ്ടിൽ ആ ഫർണിച്ചർ വാങ്ങിയത് 5200 ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ 6000 നമുക്ക് അയാൾ തരുമല്ലോ. എന്തായാലും ബില്ല് പേ ചെയ്യും. ഇപ്പൊ ക്രെഡിറ്റിനാണ് കൊടുത്തതെന്നുണ്ടെങ്കിലും അയാൾ ബില്ല് പേ ചെയ്യുന്നുണ്ട് 14-ാം തീയതി. അപ്പൊ നമുക്ക് 6000 വരുമ്പോൾ ഈ 800-ന്റെ ഒരു ഡിഫറൻസ് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് 800 കാണിച്ചത്. അത് നമ്മൾ ലോസിന് വിൽക്കുകയാണെങ്കിലും നമ്മളത് കാണിക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ചെയ്തിട്ട് നോക്കാം. ഇതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ജസ്റ്റ് നമ്മൾ ചെയ്ത് പഠിക്കാണ്. ഒറിജിനൽ ആകുമ്പോൾ നമുക്ക് ഇത്ര കൺഫ്യൂഷൻസ് ഒന്നും വരാൻ പോകുന്നില്ല. ഒറിജിനൽ ആവുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം എന്താണ് ചെയ്യേണ്ടത്. ചെയ്താലാണ് കറക്റ്റ് ആവുന്നത്. അപ്പൊ ഇത് ചെയ്ത് പഠിക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമുക്ക് കറക്റ്റ് ചെയ്യാം. പോകെ പോകെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ ക്ലിയർ ചെയ്ത് പോവാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എൻട്രി ചെയ്യാം. അടുത്തത് വരുന്നത് സോൾഡ് കമ്പ്യൂട്ടർ 14,000. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, 9-ാം തീയതി പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു 15,000. ഇപ്പൊ നമ്മളത് സെയിൽ ചെയ്യാൻ പോവാണ്. ഫർണിച്ചർ നമ്മൾ വാങ്ങിയത് ലാഭത്തിനാണ് വിറ്റത്. 5200 വാങ്ങിയിട്ട് 6000 വിറ്റു. പക്ഷെ കമ്പ്യൂട്ടർ നമ്മൾ 15,000 വാങ്ങി. അത് നമ്മൾ നഷ്ടത്തിനാണ് വിൽക്കാൻ പോകുന്നത്. 1000 രൂപ നഷ്ടത്തിലാണ് വിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ എൻട്രി എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ അത് നമുക്ക് സോൾഡ് കമ്പ്യൂട്ടർ നമ്മൾ ക്യാഷിന് വിറ്റപ്പോൾ ക്യാഷ് കിട്ടിയപ്പോൾ പേയ്മെന്റിന് നമുക്ക് എന്ത് ചെയ്യാം? 14,000 കിട്ടിയതായിട്ട് കാണിക്കണം. അപ്പൊ 13-ാം തീയതി ഡേറ്റ് കൊടുക്കുക. F2 അടിച്ചിട്ട് 13 ഡേറ്റ് കൊടുക്കാം. നമുക്ക് ക്യാഷ് ആണ് കിട്ടിയത്. അപ്പൊ റെസിപ്റ്റിലാണ്. കാരണം നമ്മൾ വിറ്റതല്ലേ. സോൾഡ് കമ്പ്യൂട്ടർ പറയുമ്പോൾ നമുക്ക് ക്യാഷ് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോ റെസിപ്റ്റിലാണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടറാണ് നമ്മൾ വിറ്റത്. കമ്പ്യൂട്ടറിന്റെ 14,000-നാണ് നമ്മൾ വിറ്റത്. അത് കൊടുത്തു. ഇനി നമ്മൾ അപ്പോൾ 1000 ബാലൻസ് കിടക്കുന്നുണ്ടോ? കമ്പ്യൂട്ടർ നമ്മൾ 15,000 വാങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ടോ? കമ്പ്യൂട്ടറിന് നമ്മൾ 10,000 കൊടുത്തപ്പോൾ ഇവിടെ കറന്റ് ബാലൻസ് 1000 വന്നു. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ 15,000 വാങ്ങിയ ഒരു സാധനമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? 14,000 വിൽക്കുന്നത്. അത് നമുക്ക് 1000 ലോസ് ആണ്, നഷ്ടമായിട്ടല്ലേ നമ്മൾ വിൽക്കുന്നത്. അപ്പൊ അത് നമ്മൾ കാണിക്കണം. ഇപ്പൊ നമ്മൾ തൽക്കാലം ഈ ഒരു എൻട്രി, ക്യാഷ് കിട്ടിയ എൻട്രി നമ്മൾ ആദ്യം പേയ്മെന്റ് റെസിപ്റ്റിൽ കാണിക്കുന്നു. ക്യാഷ് കൊടുക്കാം. സോൾഡ് ബി സോൾഡ് കമ്പ്യൂട്ടർ RS 14,000. ഈ എൻട്രി ഇങ്ങനെ തന്നെ കാണിക്കാം കേട്ടോ. 1000 ലോസ് ഉള്ളത്. ഈ ഒരു ഡേറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ജേണൽ വൗച്ചർ എടുക്കുക. F7 എടുത്തിട്ട് ഡെബിറ്റിൽ വരുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. കാരണം നമുക്ക് നഷ്ടമല്ലേ സംഭവിച്ചത്. അപ്പൊ നമ്മൾ ഡെബിറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊടുക്കുക. 1000 കൊടുക്കുക. 1000 ആണല്ലോ നമുക്ക് നഷ്ടം വന്നാൽ അത് കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിനാണ് നഷ്ടം വന്നത്. കമ്പ്യൂട്ടറിന് 1000 കൊടുത്തു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു എൻട്രി പാസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നേരത്തെ എൻട്രിയിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ കറന്റ് ബാലൻസ് ആയിട്ട് ഒരു 1000 കടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കടന്നാൽ നമുക്ക് എന്നും അങ്ങനെ കിടക്കും. ലോസ് ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കമ്പ്യൂട്ടറിന്റെ ലോസ് എന്നുള്ളത് കാണിച്ചത്. അപ്പൊ നമുക്ക് കറക്റ്റ് കമ്പ്യൂട്ടറിന്റെ എമൗണ്ട് ഒക്കെ എന്താണ് ടാലി ആയി പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം ചെയ്തിട്ട് എന്ത് ചെയ്യാം? നരേഷൻ കൊടുക്കാം.
ഇതിന് നമുക്ക് കറക്റ്റ് നരേഷൻ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാം. കാരണം നമുക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ലോ കമ്പ്യൂട്ടർ സോൾവ് ചെയ്തത് 16 കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ചെയ്യാം 14-ാം തീയതി. അപ്പൊ ഈ ഒരു 2 എൻട്രി ശ്രദ്ധിച്ചാൽ മാത്രം മതി. അടുത്തത് 14-ാം തീയതി സോൾഡ് ഫർണിച്ചർ. ഇനി അടുത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ബാബു. കാരണം നമ്മൾ ബാബുവിന് 6000-ന് വിറ്റില്ലായിരുന്നോ, 12-ാം തീയതി വിറ്റു. അയാൾ ആ പൈസ നമുക്ക് എന്താണ് തരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, റെസിപ്റ്റിൽ കൊടുക്കാം. റെസിപ്റ്റ് F6. ബാബു 6000 ക്യാഷ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ക്യാഷ് കൊടുക്കുക. ഡെബിറ്റില് നരേഷൻ കൊടുക്കുക. ക്യാഷ് റിസീവ്ഡ് ബി ക്യാഷ് റിസീവ്ഡ് ബാബു RS 6000 ക്യാഷ് അങ്ങനെ നമുക്ക് ബാബു തന്നിട്ടുണ്ട്. ആ എൻട്രി നമ്മൾ പാസ് ചെയ്തു. അടുത്തതാണ് ഇലക്ട്രിസിറ്റി ചാർജ്. അത് പേയ്മെന്റിലാണ് വരിക. 15 ഇലക്ട്രിസിറ്റി ചാർജ്. ഇലക്ട്രിസിറ്റി ചാർജ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സേവ് ചെയ്യാം. എമൗണ്ട് 5000 ആണ് ഇലക്ട്രിസിറ്റി ചാർജ് വന്നിട്ടുള്ളത്. അത് റെസിപ്റ്റിലല്ല, പേയ്മെന്റിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വൗച്ചർ മാറ്റി കൊടുക്കണം. F5 ആക്കി കൊടുക്കണം കേട്ടോ. 5000 ക്യാഷ് ആയിട്ടാണ് കൊടുത്തത് കാണിക്കുന്നത്. ക്യാഷ് കൊടുക്കാം. നമ്മൾ ഡെബിറ്റ് തന്നെ വന്നുകൊണ്ടാണ് കേട്ടോ ഇവിടെ ക്യാഷ് സെറ്റ് ഓഫ് ആയി പോകാത്ത. അപ്പൊ ക്രെഡിറ്റ് ഇവിടെ കൊടുക്കുക. ഇവിടെ 5000 കൊടുക്കുക. അതാണ് ഓഡിറ്റ് ഫീ എന്നുള്ളത് ഓട്ടോമാറ്റിക് വന്നത്. അപ്പൊ ഇത് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡെബിറ്റ് ആണ് ഇലക്ട്രിസിറ്റി ചാർജ്, ക്രെഡിറ്റ് നമ്മളെ ക്യാഷ് അല്ലേ പോയത് പേയ്മെന്റ് ചെയ്യുമ്പോൾ. അപ്പൊ ക്യാഷ് കൊടുത്തു. ഇനി ബി ഇലക്ട്രിസിറ്റി ചാർജ് പെയ്ഡ്. ചാർജ് പെയ്ഡ് RS 5000 രൂപയാണ് നമ്മൾ പേ ചെയ്ത് സേവ് ചെയ്തു. ഓക്കെ, ഞങ്ങൾക്ക് അടുത്ത എൻട്രി എന്താന്ന് നോക്കാം. അടുത്ത എൻട്രി വരുന്നത് ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസിന് ക്യാഷ് വിഡ്രോ ചെയ്തതാണ്. അപ്പൊ നമ്മൾ ഡ്രോയിങ്സ് ആയിട്ടാണ് അത് കാണിക്കുക. അറിയാലോ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ അത് കൊടുക്കാം. പേയ്മെന്റ് ആണ്. ഡ്രോയിങ്സ് കൊടുക്കേണ്ട. Alt+C ഡ്രോയിങ്സ് ടൈപ്പ് ചെയ്യാം. അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് സേവ് ചെയ്യാം. എമൗണ്ട് എത്രയാണ് ഡ്രോ ചെയ്യുന്നത്? പേഴ്സണൽ യൂസിന് 5000 രൂപയാണ് വിഡ്രോ ചെയ്യണം. അത് കാണിക്കാം. ക്യാഷ് ആണ്. ക്യാഷ് കൊടുക്കുക. ബി ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. ഡേറ്റ് നോക്കാം. 16-ാം തീയതി ആണ് വിഡ്രോ ചെയ്തത്. അപ്പൊ 16-ന് ഡേറ്റ് 16 കൊടുക്കുക കേട്ടോ. 16 കൊടുത്തു. സേവ് ചെയ്തു. ഇനി അടുത്ത എൻട്രി വരുന്നത് ക്യാഷ് വിഡ്രോ ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാഷ് വിഡ്രോ ചെയ്യണം. അപ്പൊ അത് നമുക്ക് ഡ്രോയിങ്സിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം അറിയാലോ, കാരണം ക്യാപിറ്റലിന് കുറയാൻ പാടില്ല. അങ്ങനെ പേഴ്സണൽ യൂസ് എന്നാകുമ്പോൾ ആരാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് ഡ്രോയിങ്സിൽ കൊടുക്കാം, ക്യാപിറ്റലിന് കുറക്കാൻ പറ്റും. ക്യാഷ് വിഡ്രോ ഫോർ ഓഫീസ് യൂസ് എന്ന് പറയുമ്പോൾ നോർമലി എങ്ങനെയാന്ന് ചോദിച്ചാൽ പെറ്റി ക്യാഷ് ഒക്കെ ആയിട്ടാണ് നമ്മൾ അത് എടുത്തിട്ട് പിന്നെ അത് എക്സ്പെൻസ് ചെയ്യാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഓഫീസ് യൂസ് ഒരു ലെഡ്ജർ ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ എൻട്രീസ് പാസ് ചെയ്യുന്ന പഠിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ ഇത് ഓഫീസ് യൂസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ലെഡ്ജർ ഉണ്ടാക്കാം. ഓഫീസ് യൂസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കാം.
സേവ് ചെയ്യാം. 500 ക്യാഷ് ആണ്. ഓക്കെ, ബി ക്യാഷ് വിഡ്രോ ഫോർ ഓഫീസ് യൂസ്. RS 500. ഓക്കെ, എത്രയും കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഡേറ്റ് കറക്റ്റ് തന്നെയാണെന്ന് നോക്കുക. ഡേറ്റ് വരുന്നത് 17 ആണ്. അപ്പോൾ 17 ഡേറ്റ് കൊടുക്കുക. ഇനി സേവ് ചെയ്യാം. അടുത്തത് വരുന്നത് പർച്ചേസ്ഡ് പാക്കിംഗ് മെറ്റീരിയൽ. പാക്കിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. അപ്പം എന്ത് ചെയ്യുക, അത് കൊടുക്കുക. പേയ്മെന്റിൽ തന്നെയാണ്. RTC അടിക്കുക. പാക്കിംഗ് മെറ്റീരിയൽ അണ്ടർ വരെ ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കാം. സേവ് ചെയ്യാം. എമൗണ്ട് കൊടുക്കാം. 500 രൂപക്കാണ് പാക്കിംഗ് മെറ്റീരിയൽ വാങ്ങിയത്. ക്യാഷ് ആണ്. ബാങ്കാണെന്ന് പ്രത്യേകം പറയാത്തോണ്ടാണ് കേട്ടോ നമ്മൾ ക്യാഷ് ഇട്ടിട്ട് ചെയ്യുന്നത്. നരേഷൻ കൊടുക്കാം. ബീങ് പെയ്ഡ് ടു പാക്കിംഗ് മെറ്റീരിയൽസ്. പാക്കിംഗ് മെറ്റീരിയൽസ് RS 500. സേവ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ക്യാരേജ് ഇൻവാർഡ്, അതുപോലെ ക്യാരേജ് ഔട്ട്വാർഡ്. ക്യാരേജ് ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ജസ്റ്റ് ഒന്ന് അറിയെങ്കിലും അറിയില്ലെങ്കിലും ജസ്റ്റ് പറയാം. ക്യാരേജ് ഇൻവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ നിന്നാണ് സാധനം വാങ്ങിയത് കേരളത്തിലോട്ട്. അപ്പൊ നമുക്ക് അതിന്റെ ചാർജ് വരും. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒക്കെ ഇല്ല. അതാണ് ക്യാരേജ് ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ക്യാരേജ് ഇൻവാർഡ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യും, സാധനം സെയിൽ ചെയ്യും. സെയിൽ ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേണം. ഇപ്പൊ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ടോ എന്തെങ്കിലും സാധനം കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും. അതാണ് ക്യാരേജ് ഇൻവാർഡ്. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എന്നൊക്കെ നിങ്ങൾ എന്താ വെച്ചാൽ തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ജസ്റ്റ് നമുക്ക് ഈ എൻട്രി ചെയ്യാം. ഡേറ്റ് കൊടുക്കാം 19. ഡേറ്റ് കൊടുക്കാം 19. ക്യാരേജ് ഇൻവാർഡ് 500. RTC കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ക്യാരേജ് ഇൻവാർഡ് അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ്. സേവ് ചെയ്യാം. എമൗണ്ട് 500. ക്യാഷ് ഇനി നരേഷൻ കൊടുക്കാം. പെയ്ഡ് ടു ക്യാരേജ് ഇൻവാർഡ്. ഇനി നരേഷൻ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കേട്ടോ. നിങ്ങൾ കൊടുക്കുക അതേപോലെ. സേവ് ചെയ്യാം. ക്യാരേജ് ഔട്ട്വാർഡ് 1000. പേയ്മെന്റ് തന്നെ ക്യാരേജ് ഔട്ട്വാർഡ്. അതിന്റെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, സേവ് ചെയ്യാം. എമൗണ്ട് 1000. ക്യാഷ് ഇത് പേയ്മെന്റ് തന്നെ ഉണ്ടോ? പേയ്മെന്റ് വൗച്ചറിലാണ് നമ്മൾ കൊടുത്തു വരിക. ബീങ് പെയ്ഡ് ടു ക്യാരേജ് ഔട്ട്വാർഡ്. ക്യാരേജ് ഔട്ട്വാർഡ് RS 1000. സേവ് ചെയ്യാം. ഇനി അടുത്തത് വരുന്നത് ഫുഡ് എക്സ്പെൻസ്. അതും പേയ്മെന്റിലാണ്. ഫുഡ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സേവ് ചെയ്യാം. എമൗണ്ട് 500. ക്യാഷ് നരേഷൻ കൊടുക്കാം. ബീങ് പെയ്ഡ് ടു ഫുഡ് എക്സ്പെൻസ്. RS 500. ഓക്കെ, അപ്പൊ നമ്മൾ ഡേറ്റ് ഇതിനും കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേജപ്പ് കൊടുത്തിട്ട് ഡേറ്റ് 20-ാം തീയതി ആയിരുന്നു. 20. സേവ് ചെയ്തു. ഓക്കെ,
ഇനി അടുത്തത് വരുന്നത് ഫുഡ് എക്സ്പെൻസ് 21ആയിരുന്നു. ഇവിടേക്ക് നമുക്ക് ഡേ ബുക്കിൽ പോയിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യുന്നത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പൊ അടുത്തത് 22-ാം തീയതി. ഇപ്പൊ നമുക്ക് ഡേറ്റ് കൊടുക്കാം. 22. പർച്ചേസ്ഡ് മെഷീനറി ഫ്രം സോമൻ ഓൺ ക്രെഡിറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷീനറി പർച്ചേസ് ചെയ്യുന്നത് സോമന്റെ കയ്യിൽ. അപ്പൊ അത് നമുക്ക് ജേണലിൽ കൊടുക്കാം. ജേണല് F7. മെഷീനറി ആണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മെഷീനറി ആണ്. ആൾട്ട് മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് സേവ് ചെയ്യാം. എമൗണ്ട് എത്രയാണ്? 15,000-നാണ് നമ്മൾ മെഷീനറി വാങ്ങുന്നത്. മെഷീനറി വാങ്ങി. ഇനി ആരുടെയാണ്? സോമനാണ്. സോമന് ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ് ആകുമ്പോൾ ഇൻഡയറക്റ്റ് അല്ല, സൺട്രി ക്രെഡിറ്റർ ആണ് വരിക കേട്ടോ. പർച്ചേസ് ചെയ്യാണ്, അതുകൊണ്ട് സൺട്രി ക്രെഡിറ്റർ. നരേഷൻ കൊടുക്കുക. ബീങ് പർച്ചേസ്ഡ് മെഷീനറി ക്രെഡിറ്റ് സോമൻ RS 15,000. ഇത്രയും കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഇനി അടുത്ത എൻട്രി വരുന്നത് ഓഫീസ് എക്സ്പെൻസ് പെയ്ഡ്. ഓഫീസ് എക്സ്പെൻസ് പേ ചെയ്തു 6,000 എന്നാണ് പേയ്മെന്റിൽ കൊടുക്കുക. F5 ഓഫീസ് എക്സ്പെൻസ്. അണ്ടർ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സേവ് ചെയ്യാം. ഫിക്സ് എക്സ്പെൻസ് 1,000 രൂപയാണ് പേ ചെയ്തത്. 1,000 ക്യാഷ്. നരേഷൻ കൊടുക്കാം. ബീങ് ഓഫീസ് എക്സ്പെൻസ് പെയ്ഡ്. ഓഫീസ് എക്സ്പെൻസ് ഓഫീസ് എക്സ്പെൻസ്. ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഡേറ്റ് കൊടുക്കാം 23. ക്വസ്റ്റ്യനിൽ നോക്കാൻ ഡേറ്റ് 23. ഓക്കെ, ഡേറ്റ് 23 കൊടുക്കാം. സേവ് ചെയ്യാം. അടുത്തത് മാനുഫാക്ചറിങ് ചാർജ്. പേയ്മെന്റ് ആണ്. മാനുഫാക്ചറിങ് ചാർജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കാം. മാനുഫാക്ചറിങ് ഫേം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും കേട്ടോ. സേവ് ചെയ്യാം. എമൗണ്ട് 1,000 രൂപ അല്ല, സോറി 150 ക്യാഷ്. നരേഷൻ കൊടുക്കുക. പെയ്ഡ് ടു മാനുഫാക്ചറിങ് ചാർജ്. മാനുഫാക്ചറിങ് ചാർജ് 150. സേവ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ക്യാഷ് പെയ്ഡ് ടു സോമൻ. സോമൻ്റെ അടുത്ത് നമ്മൾ 15,000-ന് എന്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു? മെഷീനറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അയാൾക്ക് പേയ്മെന്റ് ചെയ്യണം. അപ്പൊ പേയ്മെന്റിൽ പോവാം. സോമൻ 15,000 ക്യാഷ് ആണ് നമ്മൾ കൊടുത്തത്. ക്യാഷ് പെയ്ഡ് ടു സോമൻ RS 15,000. ഓക്കെ, സേവ് ചെയ്യുക. ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. ഡേറ്റ് കൊടുക്കുക. 25-ാം തീയതിയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. 25 ഡേറ്റ് കൊടുക്കുക. സേവ് ചെയ്യാം. F2 കൊടുത്തിട്ടാണ് കേട്ടോ ഡേറ്റ് എടുക്കുന്നത്. ഇനി അടുത്തത് പർച്ചേസ്ഡ് ബിൽഡിംഗ്. 50,000 രൂപക്ക് നമ്മൾ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യാം.
പേയ്മെന്റ് തന്നെ ബിൽഡിങ്, ഫിക്സഡ് അസറ്റ് ആണ് ബിൽഡിങ്. ഫിക്സഡ് അസറ്റ് സേവ് ചെയ്യാം. നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ നോക്കാം. 26-ാം തീയതിയാണ്. അപ്പൊ 26 ഡേറ്റ് കൊടുത്തു. എമൗണ്ട് വരുന്നത് 50,000 ആണ്. ക്യാഷ് നരേഷൻ കൊടുക്കാം കേട്ടോ. പർച്ചേസ്ഡ് ബില്ലിംഗ്, അറസ്റ്റ് 50,000 സേവ് ചെയ്യാം. അടുത്തത് കമ്മീഷൻ റിസീവ്ഡ്. നമ്മൾ നേരത്തെ കമ്മീഷൻ പേ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ലെഡ്ജർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് ഇൻഡയറക്റ്റ് ഇൻകം ആണ് കേട്ടോ. കമ്മീഷൻ റിസീവ്ഡ് അണ്ടർ വരിക ഇൻഡയറക്റ്റ് ഇൻകം. ഓക്കെ, സേവ് ചെയ്യാം. ഡേറ്റ് നമുക്ക് 27-ാം തീയതിയാണ്. 27 കൊടുക്കാം. F2 കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് വരും. അത് ഏതാണോ 27 ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് അത് എൻട്രി ചെയ്താൽ മാത്രം മതി കേട്ടോ. 1000 രൂപ ക്യാഷ്, $5,000. റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് 1000 അല്ല 5000 രൂപയാണ് കേട്ടോ. ഓക്കെ, ബി കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് 5,000. ഓക്കെ, അത് സേവ് ചെയ്യാം. അടുത്തത് റെന്റ് റിസീവ്ഡ്. റെന്റ് റിസീവ്ഡ് ആകുമ്പോൾ കമ്മീഷൻ റിസീവ്ഡ് അതേപോലെ റെന്റ് റിസീവ്ഡ് ഒക്കെ പേയ്മെന്റിലല്ല ചെയ്യുക, റെസിപ്റ്റിലാണ് കേട്ടോ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് മാറിപ്പോയതാണ്. അപ്പോൾ റെസിപ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് മാറ്റിയിട്ട് ജസ്റ്റ് റെസിപ്റ്റ് ആക്കാനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലത്തെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിരുത്താട്ടോ, നോക്കിയിട്ട് തന്നെ ചെയ്യാം. സേവ് ചെയ്യാം. ഇനി അടുത്തത് റെസിപ്റ്റ് തന്നെയാണ്. റെന്റ് റിസീവ്ഡ്, റെന്റ് സോറി അടുത്ത സ്വീകരിച്ച് റെന്റ് റിസീവ്ഡ്. റെന്റ് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. സേവ് ചെയ്യാം. എമൗണ്ട് റെന്റ് റിസീവ്ഡ് 5000 ആണ്. 5000 ക്യാഷ്, ബീം റെന്റ് റിസീവ്ഡ് 5000. ഇത് ഡേറ്റ് 28 ആണ്. അപ്പൊ നമുക്ക് ഡേറ്റ് ലെഫ്റ്റ് കൊടുത്തിട്ട് ഡേറ്റ് കൊടുക്കുക, എൻ്റർ അടിക്കുക, സേവ് ചെയ്യാം. അപ്പൊ നമ്മൾ മുമ്പ് ചെയ്ത് ഓക്കെ. ഇനി നമുക്ക് അടുത്തത് വരുന്നത് വൗച്ചർ തന്നെ. അത് ക്യാഷ് വിഡ്രോ ഫ്രം SPT ബാങ്കിൽ നിന്ന് 1000 രൂപ വിഡ്രോ ചെയ്തതാണ്. അപ്പൊ അത് കോൺട്രിയിലാണ് ചെയ്യുക. F5 വിഡ്രോ ചെയ്തിട്ടാണ് നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്യാഷ് ആണ് ഡെബിറ്റിൽ കൊടുക്കുക. അതൊക്കെ നോക്കിയിട്ട് ചെയ്യാട്ടോ. 1000 രൂപയാണ് വിഡ്രോ ചെയ്തത്. 1000 രൂപ കൊടുത്തു. SBT ബാങ്കിൽ നിന്നാണ് വിഡ്രോ ചെയ്തത്. അപ്പൊ SBT ബാങ്ക് കൊടുക്കുക. അപ്പൊ ഇവിടെ കണ്ടോ, നമ്മൾ ആ കൊടുക്കുമ്പോൾ അതിന്റെ മാറ്റങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. കണ്ടോ, SBT ബാങ്കിക്ക് നമ്മൾ 5000 ആണ് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് SBT ബാങ്കിൽ നിന്ന് 1000 നമ്മൾ വിഡ്രോ ചെയ്തപ്പോൾ അതിന്റെ ബാലൻസ് 4000 ആയി. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ എൻട്രീസിനും എന്തുണ്ട്, ചേഞ്ചസ് ഒക്കെ ഇവിടെ ബാലൻസ് ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബാങ്ക് വരുമ്പോൾ ഈ ഒരു ബോക്സ് വരും, അത് സേവ് ചെയ്താൽ മതി. ചെക്ക് നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് ചെയ്യാം. ബീം ക്യാഷ് വിഡ്രോ ക്യാഷ് വിഡ്രോ ഫ്രം SBT ബാങ്ക്.
SPT ബാങ്ക് RS 1000. ഓക്കെ, ഡേറ്റ് 29 അത് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഇനി ലാസ്റ്റ് എൻട്രി വരുന്നത് 30-ാം തീയതിയാണ്. 30-ാം തീയതി സോൾഡ് മെഷീനറി. നമ്മളൊരു മെഷീനറി വാങ്ങിയിരുന്നില്ല. അത് ജസ്റ്റ് എൻട്രീസ് മാത്രമാണ്, നോർമലി ഉള്ള ബിസിനസ് ഇല്ല. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ ജസ്റ്റ് എൻട്രീസ് പാസ് ചെയ്യാൻ പഠിക്കുകയാണ്, അല്ലാതെ ഒറിജിനലി വർക്ക് ചെയ്യുന്ന അവർക്ക് നമുക്ക് എത്തുന്നേ ഉള്ളൂ. അപ്പൊ സോൾഡ് മെഷീനറി 15,000. അപ്പോൾ റെസിപ്റ്റിലാണ് എമൗണ്ട് വരിക. മെഷീനറി സെയിൽ ചെയ്താലേ നമുക്ക് എമൗണ്ട് വരില്ല ചെയ്യാം. അപ്പൊ മെഷീനറി 15,000 അവിടെ ബാലൻസ് കിടക്കുന്നുണ്ട്. നമ്മൾ വിൽക്കാൻ പോവാണ് ക്യാഷിന്. ഇപ്പൊ ക്യാഷ് കൊടുത്തു. ഓക്കെ, 30-ാം തീയതി ഡേറ്റ് കൊടുക്കുക. നരേഷൻ കൊടുക്കുക കേട്ടോ. സോൾഡ് മെഷീനറി 15,000. ഓക്കെ, സേവ് ചെയ്യാം. നമ്മളിപ്പോൾ എല്ലാ എൻട്രീസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്തത് കറക്റ്റ് ആണോ, എന്തോ മിസ്സിംഗ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു എൻട്രീസ് മിസ്സായ പോലെ അല്ലെ എമൗണ്ട് മാറിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഡേ ബുക്കിൽ നമ്മൾ എൻട്രി ചെയ്ത് പോയിട്ട് ഇപ്പൊ കണ്ടോ, നമ്മൾ ലാസ്റ്റ് 30-ാം തീയതി ചെയ്തുകൊണ്ട് 30-ാം തീയതിത്തെ ഡേ ബുക്ക് ഇവിടെ കാണുന്നുള്ളൂ. 30-ാം തീയതി മാത്രമല്ലേ മെഷീനറിൻ്റെ അത് മാത്രം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ Alt F2 കൊടുത്തിട്ട് നമുക്ക് പീരീഡ് കൊടുക്കാൻ പറ്റും. പീരീഡ് കൊടുത്തിട്ട് ഇവിടെ ഡേറ്റ് 1/4/2015 ടു 31/3 പീരീഡ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ മന്തിന്റെ മാത്രം റിപ്പോർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഏപ്രിൽ മാത്രമാണ് നമ്മൾ ബില്ല് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 30/4/2015 കൊടുത്ത 1 മന്തിന്റെ റിപ്പോർട്ട് കിട്ടും. നമ്മൾ ഇയറിലെ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇയറിന്റെ റിപ്പോർട്ട് നമുക്ക് ഡേ ബുക്കിൽ എത്രയാണോ ചെയ്ത് അത്രയും നമുക്ക് റിപ്പോർട്ട് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ 30 എൻട്രീസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിലെ ഡേറ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 6, 7, 11, 12, 13 3 വന്നിട്ടുണ്ട്. 15, 17 2 അങ്ങനെ ഒരുപാട് ഡേറ്റിൽ മിസ്സിങ് വന്നിട്ടുണ്ട്. അത് നമുക്ക് റെഡി ആക്കാവുന്നേ ഉള്ളൂ. ഇത് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ഡേറ്റ് ഏതാണോ കറക്റ്റ് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എല്ലാ എൻട്രിയും റെന്റ് റിസീവ്ഡ് ഇവിടെ 1000 ആയിരുന്നു എമൗണ്ട്. റെന്റ് അല്ല, സോറി, കമ്മീഷൻ റിസീവ്ഡ് 1000 രൂപയായിരുന്നു. അതേ നമുക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. സേവ് ചെയ്യാം. ഡേറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 13-ാം തീയതി ഏതൊക്കെയാന്ന് നോക്കാം. 13 കറക്റ്റ്ലി ഏതാന്ന് നോക്കാം. 13-ന് സോൾഡ് കമ്പ്യൂട്ടർ ആണ്. 14 ബാബുവിന്റെ അടുത്ത് ക്യാഷ് കിട്ടിയത് 14-ാം തീയതി. അപ്പൊ ബാബുവിന്റെ ഡേറ്റ് ആണ് 14. നമുക്ക് F2 പോയിട്ട് 14 കൊടുത്താൽ മതി. ഓക്കെ, സേവ് ചെയ്യാം. അപ്പൊ ഡേറ്റ് മാറിയിട്ടുണ്ടാവും. ഇനി അടുത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് 13 തന്നെയാണ് വരുന്നത്, കാരണം കമ്പ്യൂട്ടറിന്റെ അതേ എൻട്രി തന്നെ ആയതുകൊണ്ട് നമുക്ക് 13 കൊടുക്കാം. ഇനി ഡേറ്റ് മാറിയിട്ടുള്ള മെറ്റീരിയൽസ് ആണോ നമുക്ക് നോക്കാം. പാക്കിംഗ് മെറ്റീരിയൽസിന്റെ എൻട്രി വരുന്നത് 18-ാം തീയതിയാണ്. നമ്മൾ അത് 17 കൊടുത്തു. അപ്പൊ ഇത് എൻട്രി ചെയ്യാം, 18 കൊടുത്താൽ മതി. ഓക്കെ, അത് സേവ് ചെയ്യാം. ഇനി അടുത്ത മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് 19-ാം തീയതി ഏതാണ് എൻട്രി നോക്കാം. ക്യാരേജ് ഇൻവേർഡ് ആണ് 19, ക്യാരേജ് ഔട്ട്വേർഡ് 20. നമുക്ക് ഡേറ്റ് 20 കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യാം. ചേഞ്ച് ചെയ്യാൻ അത്ര പണിയൊന്നുമില്ല കേട്ടോ. ഇനി ഫുഡ് എക്സ്പെൻസ് 21-നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് എക്സ്പെൻസിന്റെ ഡേറ്റും മാറ്റി കൊടുക്കാം. 21 ഏപ്രിലോട് വന്ന് കണ്ടോ, 21 ഏപ്രിലിൽ നിന്ന് ഇവിടെ വന്നു. നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ ഡേറ്റ് മാറുന്നുണ്ട് കേട്ടോ. അത് എഡ്യൂക്കേഷൻ മോഡാകുമ്പോൾ നമുക്ക് ഈ ഡേറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, അതും കൂടെ മനസ്സിലാക്കി വെക്കാം. ഞാൻ ജസ്റ്റ് ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതുപോലെ ഒറിജിനൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ് തെറ്റി പോവില്ലേ, അപ്പൊ അതെങ്ങനെ ചെയ്യാന്ന് നമുക്ക് അറിയണ്ട. അതിന് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾ എഡ്യൂക്കേഷൻ മോഡിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതുപോലെ ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല, അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇത് ലൈസൻസ്ഡ് വെർഷനിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനത്തെ എൻട്രീസ് ചെയ്യാൻ പറ്റുക. വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഡേറ്റ് കൊടുത്തിട്ടാണ് ചെയ്യാനുണ്ടാവുക കേട്ടോ. അപ്പൊ 23-ാം തീയതി അതുപോലെ 2 ഡേറ്റ് വന്നിട്ടുണ്ട്. മാനുഫാക്ചറിങ് ചാർജും അതുപോലെ ഓഫീസ് എക്സ്പെൻസും. അപ്പോൾ മാനുഫാക്ചറിങ് ചാർജ് 24-നാണ്. ആ ഡേറ്റ് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം, സേവ് ചെയ്യാം. ഓക്കെ, അടുത്ത് വരുന്നത് 24, 25, 26 ഇനിയുള്ള ബാക്കിയുള്ള ഡേറ്റ് ഒക്കെ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിന്റെ റിസൾട്ട് നമുക്ക് പോയി നോക്കണം അല്ലെ. നമ്മളെല്ലാം ചെയ്തു, ഇനി കറക്റ്റ് ആണോ എന്ന് നോക്കണം. ബാലൻസ് ഷീറ്റ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടോ, നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഈ ഒരു എമൗണ്ട് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ ജസ്റ്റ് ഞാനതൊന്ന് കാണിച്ചു തരാം. ക്യാപിറ്റൽ കണ്ടോ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 5000 രൂപ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡ്രോയിങ്സ് ചെയ്തിരുന്നു. അപ്പൊ അതിവിടെ 4.95 കാണിക്കുന്നുണ്ടോ. പിന്നെ ലോൺസും ഒന്നുമില്ല, അതുപോലെ കറണ്ട് ലയബിലിറ്റി ഇതിൽ വന്നിട്ടില്ല. കാരണം വന്നിട്ടില്ല എന്നല്ല, കറണ്ട് സൺഡ്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്താണ് കൊടുക്കാൻ എമൗണ്ട് ഒക്കെ കൊടുത്ത് തീർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നത്. ടാലി സെറ്റ് ഓഫ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാലൻസ് ഇവിടെ കാണിക്കില്ല. അടുത്തത് അസറ്റ് സൈഡിലാണെങ്കിലും ഇപ്പൊ നമ്മൾ 50,000 സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 50,000 ഫിക്സഡ് അസറ്റിലുണ്ടോ. നമ്മൾ എന്താ വെച്ചാൽ കമ്പ്യൂട്ടറും ഫർണിച്ചറിനൊക്കെ എമൗണ്ട്, ബിൽഡിങ്ങിന്റെ മാത്രമാണ് എമൗണ്ട് ഇവിടെ കിടക്കുന്നത്. കമ്പ്യൂട്ടർ നമ്മൾ എന്ത് ചെയ്തു, വാങ്ങിയിട്ട് വിറ്റ്. മെഷീൻ ബിൽഡിങ് മാത്രമാണ് നമ്മൾ വാങ്ങിയത് അവിടെ ഉള്ളത്, അതുകൊണ്ടാണ് അതിന്റെ എമൗണ്ട് എടുക്കുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് നമ്മളെ കയ്യിലുള്ള എമൗണ്ട് ആണ്. അതേപോലെ ബാങ്ക് അക്കൗണ്ട് നമ്മളെ എക്സ്പെൻസുകളൊക്കെ കഴിഞ്ഞിട്ടില്ല എമൗണ്ട് ആണ് കേട്ടോ. നമ്മൾ ഒറിജിനൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മളെ കയ്യിൽ ക്യാഷ് ഇൻ ഹാൻഡ് പറഞ്ഞാൽ നമ്മളെ ബിസിനസ്സിൽ നമ്മളെ സ്ഥാപനത്തിലുള്ള എമൗണ്ട്, ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിലുള്ള ബാലൻസ്. പിന്നെ നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസും കൂടെ ഒന്ന് നോക്കാം. ജസ്റ്റ് എസ്കേപ്പ് അടിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് വന്നിട്ടുണ്ട് 17,400 കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടില്ല. അപ്പൊ നമ്മള് ഡേ ബുക്ക് പോയിട്ട് നിങ്ങളിപ്പോ എഡ്യൂക്കേഷൻ ബോർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഡേറ്റ് 1-ാം തീയതി മാത്രമേ നിങ്ങൾ ചെയ്തെന്നുണ്ടെങ്കിൽ ഡേ ബുക്ക് എടുക്കുമ്പോഴേക്കിനെ തന്നെ എല്ലാ എൻട്രി വരും. അപ്പൊ 30 എൻട്രി ഇല്ലേന്ന് നോക്കുക, എണ്ണി നോക്കിയിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം കേട്ടോ. കറക്റ്റ് നമ്മളെല്ലാവരും ചെയ്യുന്നത് ഒരേപോലെ ആവണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക.